ഇന്ന് സന്ധ്യയിൽ നമ്മുടെ ഒരുമിച്ചുള്ള ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം. അതിലെ ഒരു 3 വേദഭാഗങ്ങളാണ് ഇന്ന് സന്ധ്യയിൽ നമ്മൾ ഒരുമിച്ച് ധ്യാനിക്കുന്നത്. യാക്കോബിൻ്റെ ലേഖനം 2-ാം അധ്യായം, അതിൻ്റെ 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ ആദ്യമായി ഞാൻ വായിക്കട്ടെ. യാക്കോബിൻ്റെ ലേഖനം 2-ാം അധ്യായം 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. സഹോദരന്മാരെ, ഒരുത്തൻ തനിക്ക് വിശ്വാസമുണ്ട് എന്ന് പറയുകയും പ്രവൃത്തികൾ ഇല്ലാതിരിക്കുകയും ചെയ്താൽ ഉപകാരം എന്ത്? ആ വിശ്വാസത്താൽ അവൻ രക്ഷ പ്രാപിക്കും. ഒരു സഹോദരനോ സഹോദരിയോ നഗ്നരും അഹോവൃത്തിക്ക് വകയില്ലാത്തവരുമായിരിക്കെ നിങ്ങളിൽ ഒരുത്തൻ അവരോട് സമാധാനത്തോടെ പോയി തീ കായുകയും വിശപ്പടക്കുകയും ചെയ്യുവീൻ എന്ന് പറയുന്നതല്ലാതെ ദേഹരക്ഷയ്ക്ക് ആവശ്യമുള്ളത് അവർക്ക് കൊടുക്കാതിരുന്നാൽ ഉപകാരം എന്ത്? അങ്ങനെ വിശ്വാസവും പ്രവൃത്തികളില്ലാതായാൽ സ്വതവേ നിർജീവം ആകും. 3-ാം അധ്യായം 1-2 വാക്യങ്ങൾ. സഹോദരന്മാരെ, അധികം ശിക്ഷാവിധി വരും എന്നറിഞ്ഞ് നിങ്ങളിൽ അനേകർ ഉപദേഷ്ടാക്കന്മാർ ആകരുത്. നാം എല്ലാവരും പലതിലും തെറ്റിപ്പോകുന്നു. ഒരുത്തൻ വാക്കിൽ തെറ്റാതിരുന്നാൽ അവൻ ശരീരത്തെ മുഴുവനും കടിഞ്ഞാണിട്ട് നടത്തുവാൻ ശക്തനായി സൽഗുണപൂർത്തിയുള്ള പുരുഷൻ ആകും. ഒരു വേദഭാഗം കൂടെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരട്ടെ. യാക്കോബിൻ്റെ ലേഖനം അതിൻ്റെ 5-ാം അധ്യായം 13 മുതൽ 17 വരെയുള്ള വാക്യം. നിങ്ങളിൽ കഷ്ടമനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ, സുഖം അനുഭവിക്കുന്നവൻ പാട്ട് പാടട്ടെ. നിങ്ങളിൽ ദീനമായി കിടക്കുന്നവൻ സഭയിലെ മുപ്പന്മാരെ വരുത്തട്ടെ. അവർ കർത്താവിൻ്റെ നാമത്തിൽ അവനെ എണ്ണ പൂശി അവനു വേണ്ടി പ്രാർത്ഥിക്കട്ടെ. എന്നാൽ വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും. എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിക്കാം. ദൈവമേ, 26ാമത് റാന്നി നിലയ്ക്കൽ കൺവെൻഷൻ്റെ പ്രാരംഭ ദിനം സന്ധ്യയെങ്കിൽ വളരെ ക്ഷേമത്തോടെ അവിടുന്ന് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവന്ന കൃപയ്ക്കായി സ്തോത്രം. കർത്താവെ, ഞങ്ങൾ ഏറെ പ്രാർത്ഥനയോടും ഒരുക്കത്തോടും ക്രമീകരിച്ചിരിക്കുന്ന ഈ കൺവെൻഷൻ്റെ പ്രാരംഭ ദിനം മുതൽ അതിൻ്റെ സമാപന ദിനം വരെ അവിടുത്തെ ദിവ്യ സാന്നിധ്യവും കൃപയും ഞങ്ങളുടെ മേൽ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വർഷത്തെ വചന കേൾവി ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു തിരുത്തലിൻ്റെ അനുഭവമായി തീരുവാൻ, ഒരു തീരുമാനം രൂപപ്പെടുത്തുന്ന അനുഭവമായി തീരുവാൻ, വചനാനുസൃതം ഞങ്ങളുടെ പ്രവർത്തന മേഖലയിൽ ഞങ്ങളായിരിക്കും എന്ന ദൃഢനിശ്ചയം ചെയ്യുന്ന അനുഭവമായി തീരുവാൻ അവിടുന്ന് ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് സന്ധ്യയെങ്കിലെ വചന പഠനം ഞങ്ങൾക്കെല്ലാവർക്കും അനുഗ്രഹത്തിന് മുഖാന്തരമായി തീരണമേ. ഞങ്ങളുടെ ഉത്തരവാദിത്വങ്ങൾ തിരിച്ചറിയുവാൻ, ഞങ്ങളുടെ വിശ്വാസത്തെ ഞങ്ങൾ പ്രവൃത്തിയിലൂടെ ആവിഷ്കരിക്കും എന്ന തീരുമാനത്തോടുകൂടി ഭവനത്തിലേക്ക് പോകുവാൻ, അതുവഴി ഈ കാലഘട്ടത്തിൽ സാക്ഷ്യത്തിൽ മുന്നേറുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമെന്ന് യേശു കർത്താവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ കൃപയോടെ കേൾക്കണമേ. ആമേൻ. 2025 എന്ന ഈ വർഷം എന്തുകൊണ്ടും വളരെ പ്രാധാന്യമുള്ള ഒരു വർഷമാണ്. വിവിധ സഭകൾ 2025 ഒരു ജൂബിലി വർഷമായി കണ്ടാണ് ആചരിക്കുന്നത്. കത്തോലിക്ക സഭ 2025 വിശുദ്ധ വർഷമായി പ്രഖ്യാപിക്കുകയും ഈ വിശുദ്ധ വർഷത്തിൽ നമ്മുടെ സാക്ഷ്യ ജീവിതം എങ്ങനെയുണ്ട് എന്ന് ആത്മാർത്ഥമായി വിചിന്തനം ചെയ്യുകയും ചെയ്യുന്ന ഒരു വർഷമാണ്. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ച്, മാർത്തോമാ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, ഈ 2025 എന്ന് പറയുന്ന വർഷം നമ്മുടെ സാക്ഷ്യ ജീവിതത്തെ ഗൗരവമായി വിലയിരുത്തുന്ന ഒരു വർഷമായി തീരുമ്പോഴാണ് നമ്മുടെ ഇതുപോലെയുള്ള കൺവെൻഷനുകൾ വളരെ അർത്ഥസമ്പുഷ്ടമായി തീരുന്നു. റാന്നി നിലയ്ക്കൽ ഭദ്രാസനത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഏകദേശം 25 വർഷങ്ങൾ ദൈവവചനത്തിൻ്റെ പ്രഘോഷണം അതിശക്തിയോടെ സംവേദനം ചെയ്ത് കഴിയപ്പെട്ടു കഴിഞ്ഞു. എന്നാൽ ഇത്രമാത്രം ദൈവവചനം കേട്ടിട്ടും ഈ സമൂഹത്തിൽ ഒരു തിരുത്തൽ ശക്തിയായി മാറുവാൻ, ഈ സമൂഹത്തിൻ്റെ രൂപാന്തരത്തിൻ്റെ ചാലക ശക്തിയായി മാറുവാൻ വിശ്വാസികളായ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് വിമർശനാത്മകമായി വിലയിരുത്തേണ്ട ഒരു കാലഘട്ടമാണ് ഇത്. അതുകൊണ്ട് നമ്മുടെ വിശ്വാസ ജീവിതയാത്രയെ ഒന്ന് ആത്മാർത്ഥമായി വിലയിരുത്തുവാനും
നമ്മുടെ സാക്ഷ്യ ജീവിതത്തിൽ എവിടെയെങ്കിലും കുറവുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് മനഃപൂർവ്വം ദൈവസന്നിധിയിൽ ഏറ്റുപറയുവാനും, ഞങ്ങൾ കേവലം പ്രസംഗകരോ പ്രസംഗം കേൾക്കുന്നവരോ അല്ല, മറിച്ച് ഞങ്ങൾ കേൾക്കുന്ന വചനത്തെ ഞങ്ങളുടെ ജീവിതത്തിലൂടെ ഈ കാലഘട്ടത്തിൽ ഭാഷാന്തരം ചെയ്യുന്നവരാണ് എന്ന തീരുമാനം എടുക്കുവാനും, നമ്മുടെ ജീവിതവും സാക്ഷ്യവും കണ്ട് നമ്മൾ വിശ്വസിക്കുന്ന യേശു കർത്താവിലേക്ക് അനേകർ അനയിക്കപ്പെടുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ കൺവെൻഷനുകൾ അർത്ഥസമ്പുഷ്ടമായി തീരുന്നത്, നമ്മുടെ കൂടിവരവുകൾ ദൈവോദ്ദേശപ്രകാരമായി തീരുന്നത്. അത് സംഭവിക്കുമ്പോഴാണ് ഇവാനിയോസ് തിരുമേനി പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ മുഖത്ത് പുഞ്ചിരി രൂപപ്പെടുന്നത്. അതിന് നമ്മുടെ വിശ്വാസ സാക്ഷി ജീവിതം ഈ കാലഘട്ടങ്ങളിൽ ഉപയുക്തമായിട്ടുണ്ടോ എന്ന് ആത്മാർത്ഥമായി വിലയിരുത്തുവാൻ തീർച്ചയായിട്ടും ഈ വർഷത്തെ നമ്മുടെ കൺവെൻഷനിൽ കേൾക്കുന്ന വചനങ്ങൾ ഉപയുക്തമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പുതിയ നിയമത്തിലെ വളരെ സവിശേഷമായ പുസ്തകങ്ങളാണ് പുതിയ നിയമത്തിൻ്റെ അവസാനത്തിൽ ചേർത്തിരിക്കുന്ന സാർവത്രിക ലേഖനങ്ങൾ എന്നറിയപ്പെടുന്ന 7 പുസ്തകങ്ങൾ. യാക്കോബിൻ്റെ ലേഖനം, പത്രോസ് ശ്ലീഹ എഴുതിയ 1ഉം 2ഉം ലേഖനം, യോഹന്നാൻ ശ്ലീഹ എഴുതിയ 1ഉം 2ഉം 3ഉം ലേഖനം, യൂദായുടെ ലേഖനം. ഈ ലേഖനം വളരെ ശ്രദ്ധയോടെ അതീവ ജാഗ്രതയോടെ വിശ്വാസ സമൂഹം ഈ കാലഘട്ടത്തിൽ പഠിക്കേണ്ട ലേഖനങ്ങളാണ്. സാർവത്രിക ലേഖനം ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്തുള്ള പ്രത്യേക സഭയ്ക്കോ ചില പ്രത്യേക വ്യക്തികൾക്കോ എഴുതിയിട്ടുള്ളതല്ല, മറിച്ച് 1-ാം നൂറ്റാണ്ടിൽ ചിതറിപ്പാർത്തിരുന്ന എല്ലാ ക്രിസ്തീയ സമൂഹങ്ങളെയും അഡ്രസ്സ് ചെയ്തുകൊണ്ട് പരദേശികളും പ്രവാസികളുമായി പാർത്തിരുന്ന ക്രിസ്തുവിശ്വാസികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് അവരെ വിശ്വാസത്തിൽ ഉറപ്പിക്കുവാനും അവരുടെ അനുദിന ജീവിതത്തിൽ അവർ അനുഭവിക്കുന്ന സംഘർഷങ്ങളുടെ മധ്യത്തിൽ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ അവരെ പ്രേരിപ്പിക്കുവാനും, പ്രതിസന്ധികളും പ്രലോഭനങ്ങളും നിങ്ങളുടെ വിശ്വാസ ജീവിതത്തിനു മുമ്പിൽ ശക്തിയോടുകൂടി ആഞ്ഞടിച്ചാലും ഒരു ദൈവ പൈതൽ ക്രിസ്തുവിലുള്ള ഊഷ്മളവും സുദൃഢവുമായ വിശ്വാസത്തിൽ നിലനിൽക്കണമെന്ന് അവരെ പഠിപ്പിക്കുന്നതിനു വേണ്ടി എഴുതിയിരിക്കുന്ന ലേഖനങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ പേര് സൂചിപ്പിക്കുന്നത്, ഇതൊരു സാർവത്രിക ലേഖനങ്ങളാണ്. ഏത് കാലഘട്ടത്തിലുമുള്ള ക്രിസ്തു വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വിശ്വാസ ജീവിതം രൂപീകരിക്കുന്നതിൽ, നമ്മുടെ സാക്ഷ്യ ജീവിതത്തിൻ്റെ പുതുവഴികൾ കണ്ടെത്തുന്നതിന് ഈ പുസ്തകങ്ങൾ നൽകുന്ന സന്ദേശം അർത്ഥസമ്പുഷ്ടമാണ്. അതുകൊണ്ട് നമുക്ക് ഈ ഒരു 2025 വർഷത്തിൽ സമയം ലഭിക്കുമ്പോൾ ഒക്കെ ഈ 7 പുസ്തകങ്ങൾ നമ്മൾ ശ്രദ്ധയോടുകൂടി വായിക്കുകയും ഏകദേശം 2000 വർഷങ്ങൾക്ക് മുമ്പ് രചിക്കപ്പെട്ട ഈ പുസ്തകത്തിൻ്റെ സന്ദേശം നമ്മൾ ജീവിക്കുന്ന ഈ 2025 വർഷത്തിൽ എത്രമാത്രം കാലിക പ്രസക്തമാണ് എന്ന് ചേർത്ത് വെച്ച് ധ്യാനിക്കുന്നതും നമ്മുടെ ദൈവവചന പഠനത്തെ സഹായിക്കും. നമ്മുടെ വിശ്വാസ ജീവിതത്തിന് അത് കുളിർമയും ഊർജ്ജസ്വലതയും നൽകും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. ഈ സാർവത്രിക ലേഖനങ്ങളിൽ ഒന്നാമതായി ചേർത്തിരിക്കുന്ന യാക്കോബിൻ്റെ ലേഖനത്തിൻ്റെ ചില പൊതു ശക്തീകരണമാണ് ഇന്ന് സന്ധ്യയിലെ നമ്മുടെ ധ്യാന വിഷയം. അതുകൊണ്ട് ഇത് ഏതെങ്കിലും ഒരു 3-4 വാക്യത്തെ ആസ്പദമാക്കിയുള്ള ഒരു പഠനം മാത്രമല്ല, മറിച്ച് ആ ഒരു യാക്കോബിൻ്റെ ശ്ലീഹായുടെ ലേഖനത്തിൻ്റെ ഒരു പൊതു സന്ദേശത്തെ നിങ്ങളുടെ മുമ്പാകെ പങ്കുവയ്ക്കുന്നതിലൂടെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം നമ്മുടെ ഈ കൺവെൻഷൻ്റെ പ്രാരംഭ ദിനം നമ്മുടെ ധ്യാനത്തിൻ്റെ വിഷയം ആക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം നമ്മൾ ഇത്രയും വർഷങ്ങൾ വചനം കേട്ടിട്ടും വചനം പ്രസംഗിച്ചിട്ടും നമ്മൾ വിശ്വാസ ജീവിതത്തിൽ വളർന്നിട്ടും എന്തേ നമ്മുടെ വിശ്വാസ ജീവിതവും നമ്മുടെ സാക്ഷ്യ ജീവിതവും ഈ സമൂഹത്തിൽ കാര്യമായ പരിവർത്തനം വരുത്തുന്നില്ല എന്നുള്ള ചോദ്യം ഏത് കാലഘട്ടത്തിലും നമ്മൾ ചോദിക്കേണ്ട ചോദ്യമാണ്. പൊതു ഇടങ്ങളിൽ നമ്മുടെ ക്രിസ്തീയ സാന്നിധ്യത്തെ അത്ര ഗൗരവമായി കാണാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. അല്ലെങ്കിൽ ഒരു പൊതു സമൂഹത്തിന് മുമ്പിൽ ഒരു ക്രിസ്തീയ സാന്നിധ്യം ഗൗരവമായ ഒരു സാന്നിധ്യമായി അടയാളപ്പെടുത്തുന്നില്ല എന്നുള്ളത് വിമർശനാത്മകമായി നമ്മൾ വിലയിരുത്തേണ്ട വിഷയം തന്നെയാണ്. അതുകൊണ്ട് ഒരു പൊതു സമൂഹത്തിലെ ക്രിസ്തീയ സാക്ഷ്യം നമുക്കെങ്ങനെ ഗൗരവമായി ഈ 2025 വർഷത്തിൽ നിർവഹിക്കാം? കാരണം ഇതൊരു ജൂബിലി വർഷമാണല്ലോ. അതുകൊണ്ട് ഈ 2025 വർഷത്തിൽ നിർവഹിക്കാം എന്നുള്ളതിന് ഈ യാക്കോബ് ശ്ലീഹ നൽകുന്ന ചെറിയ ചില ആലോചനകൾ നിങ്ങളുമായി ശാന്തമായി ഇന്ന് രാത്രി പങ്കുവെച്ച് ഈ വചനം ധ്യാനിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, യാക്കോബ് ശ്ലീഹായുടെ ലേഖനത്തിൻ്റെ ഒരു പൊതു ശക്തീകരണം എന്ന് പറയുന്നത്
ഒരു ദൈവ പൈതലിൻ്റെ പ്രായോഗിക ക്രിസ്തീയ ജീവിതം, ആ ജീവിതമാകണം ഒരു പൊതുസമൂഹത്തിന് മുമ്പിൽ സാക്ഷ്യമായി അവതരിപ്പിക്കപ്പെടേണ്ടത് എന്നുള്ളതാണ്. അതുകൊണ്ട് യാക്കോബ് ശ്ലീഹ 1-ാം നൂറ്റാണ്ടിൽ തന്നെ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞു. ആ യാഥാർത്ഥ്യം മറ്റൊന്നല്ല, നമ്മുടെ പ്രസംഗങ്ങളൊന്നും ഒരു പൊതുസമൂഹത്തെ ഗൗരവമായി സ്വാധീനിക്കണം എന്നില്ല. ഒരുപക്ഷെ വിശ്വാസ സമൂഹത്തിന് വിശ്വാസത്തിൽ വളരുവാൻ നമ്മളുടെ വചനഘോഷണങ്ങളൊക്കെ സഹായിക്കും. എന്നാൽ പൊതുവിടത്തിൽ ഇതര മതങ്ങളും സംസ്കാരങ്ങളും ഒക്കെയുള്ള ഇടത്തിൽ നമ്മുടെ പ്രസംഗങ്ങളെക്കാൾ കൂടുതൽ പ്രസംഗം കേട്ടതിൻ്റെ ഫലമായി നമ്മൾ ജീവിതത്തിൽ സ്വീകരിച്ച നിലപാടുകൾ, നമ്മൾ ജീവിതത്തിൽ ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങൾ പൊതുസമൂഹത്തിൽ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതം കണ്ട്, നമ്മുടെ നിലപാടുകൾ കണ്ട്, നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന ദൈവരാജ്യ മൂല്യങ്ങളും ശീലങ്ങളും കണ്ട് അനേകർ യേശു കർത്താവിലേക്ക് കടന്നു വരും. നമ്മൾ വിശ്വസിക്കുന്ന യേശു കർത്താവിൻ്റെ തനിമയും യേശു കർത്താവിൻ്റെ ജീവിതത്തിൻ്റെ നൈർമല്യതയും ഒക്കെ നമ്മുടെ ജീവിതത്തിലൂടെ, വിശ്വാസികളായ നമ്മുടെ ജീവിതത്തിലൂടെ കാലഘട്ടത്തിൽ ഭാഷാന്തരം ചെയ്യപ്പെട്ടാൽ നമ്മുടെ ജീവിതം കണ്ട്, നമ്മുടെ സാക്ഷ്യം കണ്ട് അനേകർ യേശു കർത്താവിലേക്ക് കടന്നു വരും എന്നുള്ള ബോധ്യത്തോടു കൂടിയാണ് യാക്കോബ് ശ്ലീഹ ശ്രദ്ധേയമായ പാഠങ്ങൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. നമുക്കറിയാം, 1-ാം നൂറ്റാണ്ടിലെ ക്രിസ്തു വിശ്വാസികൾ നിരവധി പ്രതിസന്ധികളിലൂടെ കടന്നുപോയ കാലഘട്ടത്തിലാണ് ഈ സാർവത്രിക ലേഖനങ്ങൾ എഴുതപ്പെടുന്നത്. ഒരു പ്രദേശത്തും ചിതറിപ്പാർത്ത ക്രിസ്തു വിശ്വാസികൾ ഒരു ഭൂരിപക്ഷ സമൂഹം ആയിരുന്നില്ല, മറിച്ച് അവർ ഒരു ന്യൂനപക്ഷ സമൂഹമായിരുന്നു. സമൂഹത്തിൽ ഗൗരവമായ പരിവർത്തനം വരുത്തത്തക്ക രീതിയിൽ അവർ കാലഘട്ടത്തിലെ ഏറ്റവും പ്രശസ്തമായ വ്യക്തികൾ ഒന്നുമായിരുന്നില്ല. അവർ സാധാരണക്കാരിൽ സാധാരണക്കാരുടെ സംഘമായിരുന്നു എന്ന് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെക്കുറിച്ച് പറയുന്നത് ദേ ആർ മാർജിനൽ ആൻഡ് മൈനോറിറ്റി കമ്മ്യൂണിറ്റി, ഒരു ന്യൂനപക്ഷ സമൂഹമാണ്, സാധാരണക്കാരുടെ സംഘമാണ്. അവർ ജീവിക്കുന്ന ജീവിത പരിസരങ്ങളിൽ ഈ ചെറിയ സംഘം, ഈ ന്യൂനപക്ഷ സംഘം, ഈ സാധാരണക്കാരുടെ സംഘം നിരവധി വൈതരണികളെ, നിരവധി വെല്ലുവിളികളെ, നിരവധി പ്രതിസന്ധികളെ നേരിടേണ്ടി വന്ന ഒരു സാഹചര്യം കൂടിയായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ കാലഘട്ടത്തിൽ ഭരണം നടത്തിയിരുന്ന റോമൻ ഭരണകൂടം ക്രിസ്തു വിശ്വാസത്തെ ഒട്ടും പ്രോത്സാഹിപ്പിച്ച ഭരണകൂടമായിരുന്നില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് നമ്മൾ ഇന്ന് ചേർന്ന് വന്നതുപോലെ പരസ്യമായി ചേർന്ന് വന്ന് യേശു കർത്താവിനെ കൈയടിച്ച് ആരാധിക്കുവാനുള്ള അവസരം അന്ന് ചിതറിപ്പാർത്ത ക്രിസ്തു വിശ്വാസികൾക്ക് നഷ്ടപ്പെട്ടിരുന്നു എന്ന് കാണുവാൻ സാധിക്കും. പരസ്യമായി ചക്രവർത്തിമാരെ ദൈവം എന്ന് വിളിക്കണം എന്ന് കൽപ്പനകൾ പുറപ്പെടുവിച്ച ഒരു രാഷ്ട്രീയ പശ്ചാത്തലമായിരുന്നു അന്നുണ്ടായിരുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അന്നത്തെ പ്രബല മതവും ഈ ക്രിസ്തു വിശ്വാസം പ്രചരിപ്പിക്കുവാൻ ഒട്ടും സഹായിച്ച സംവിധാനമായിരുന്നില്ല എന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ട് രാഷ്ട്രീയപരമായ എതിർപ്പ് ഒരു വശത്ത്, മതപരമായ എതിർപ്പ് ഒരു വശത്ത്. ഇതിൻ്റെ മധ്യത്തിലാണ് ന്യൂനപക്ഷ സമൂഹമായ ക്രിസ്തു വിശ്വാസികൾ ക്രിസ്തുവിനെ പുറം ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കണം എന്നുള്ള നിയോഗം ഏറ്റുവാങ്ങി ചിതറിക്കപ്പെട്ടവരായി, പരദേശികളായി, പ്രവാസികളായി പല സ്ഥലങ്ങളിൽ ഒരു ന്യൂനപക്ഷ സമൂഹമായി തീർന്നു. അതുകൊണ്ടൊരു ചെറിയ സമൂഹത്തിന്, ഒരു ന്യൂനപക്ഷ സമൂഹത്തിന് എങ്ങനെയാണ് ശക്തിയുള്ള സംഘടിതമായ സംവിധാനത്തോട് പോരാട്ടം നടത്തി യേശു കർത്താവിനെ പ്രഘോഷിക്കുവാൻ സാധിക്കുന്നത്? ഇത് അത്ര എളുപ്പമുള്ള കാര്യമല്ല, ഇത് ശ്രമകരമായ ദൗത്യമാണ്. എന്നാൽ എത്ര പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നാലും, എത്ര വെല്ലുവിളികൾ നേരിടേണ്ടി വന്നാലും, നമുക്കെത്രയൊക്കെ പരിമിതികളുണ്ടെങ്കിലും ഏഷ്യ മൈനറിലെ ക്രിസ്തു വിശ്വാസികളെ, കപ്പദോക്യയിലും ആസിയയിലും ബിഥുന്യയിലും ഒക്കെ പാർക്കുന്ന ക്രിസ്തു വിശ്വാസികളെ, ഇതൊന്നും പറഞ്ഞ് നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് പിന്മാറാൻ സാധിക്കുകയില്ല. എതിർപ്പുകളുണ്ടാകാം, പ്രലോഭനങ്ങളുണ്ടാകാം, വെല്ലുവിളികളുണ്ടാകാം, പ്രതിസന്ധികളുണ്ടാകാം, വൈതരണികളുണ്ടാകാം. എന്നാൽ ഇതിൻ്റെയൊക്കെ മധ്യത്തിലും ഒരു ചെറിയ സംഘമായ നിങ്ങൾ പാർക്കുന്ന ഇടത്ത് യേശു കർത്താവിനെ പരിചയപ്പെടുത്തി കൊടുത്തേ മതിയാകുകയുള്ളൂ. നിങ്ങളുടെ ജീവിതത്തിലൂടെ കർത്താവിനെ പരിചയപ്പെടുത്തി കൊടുക്കണം, നിങ്ങളുടെ സാക്ഷ്യത്തിലൂടെ നിങ്ങൾ പരിചയപ്പെടുത്തി കൊടുക്കണം. ഇതെളുപ്പമുള്ള കാര്യമല്ല എന്ന് നമുക്കറിയാം. എന്നാൽ ഇതെങ്ങനെ സാധിക്കുമെന്നുള്ളതിൻ്റെ കൃത്യമായ പാഠങ്ങളാണ് യാക്കോബ് ശ്ലീഹ തൻ്റെ പുസ്തകത്തിൽ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് ബാഹ്യമായ നിരവധി സമ്മർദ്ദങ്ങളെ 1-ാം നൂറ്റാണ്ടിൽ ചിതറിപ്പാർത്ത ഏഷ്യ മൈനറിലെ ക്രിസ്തു വിശ്വാസികൾ നേരിടേണ്ടി വന്ന ഒരു രാഷ്ട്രീയവും മതപരവുമായ പശ്ചാത്തലത്തിൽ ഇത് കണ്ട് പിന്മാറിപ്പോകേണ്ടവരുടെ സംഘമല്ല ക്രിസ്തു വിശ്വാസികളുടെ സംഘം എന്നവരെ പഠിപ്പിക്കുവാനാണ് യാക്കോബ് ശ്ലീഹ കൃത്യമായ തൻ്റെ ലേഖനങ്ങളിലൂടെ സന്ദേശം പങ്കുവയ്ക്കുന്നത്. ബാഹ്യമായ സമ്മർദ്ദങ്ങൾ മാത്രമല്ല സഭയുടെ വളർച്ചയ്ക്ക് ആ കാലഘട്ടത്തിൽ തടസ്സം സൃഷ്ടിച്ചത്.
ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ബാഹ്യമായ സമ്മർദ്ദങ്ങളോടൊപ്പം തന്നെ സഭയ്ക്കുള്ളിൽ രൂപപ്പെട്ട നിരവധി ദുരുപദേശങ്ങൾ സഭയുടെ വളർച്ചയ്ക്ക് വെല്ലുവിളിയായി തീർന്ന ഒരു കാലഘട്ടമായിരുന്നു എന്ന് കാണാൻ സാധിക്കും. നമ്മളൊക്കെ പുതിയ നിയമം പഠിച്ചിട്ടുള്ളവരാണല്ലോ. പുതിയ നിയമത്തിലെ 27 പുസ്തകങ്ങളിൽ ഏകദേശം 11ഓളം പുസ്തകങ്ങൾ എഴുതിയതിൻ്റെ കാരണം ദുരുപദേശത്തെ ചെറുത്തു തോൽപ്പിക്കുവാനാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. 7 പുസ്തകങ്ങൾ മാത്രമുള്ള സാർവത്രിക ലേഖനങ്ങളിൽ യാക്കോബിൻ്റെ ലേഖനം, പത്രോസിൻ്റെ 2ാം ലേഖനം, യോഹന്നാൻ എഴുതിയ 1ഉം 2ഉം ലേഖനം, യൂദായുടെ ലേഖനം, 7 ലേഖനങ്ങളിൽ തന്നെ 5 ലേഖനങ്ങൾ എഴുതപ്പെട്ടതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ആ കാലഘട്ടത്തിൽ സഭയ്ക്കുള്ളിൽ നുഴഞ്ഞു കയറി സഭയുടെ വളർച്ചയ്ക്ക് ഭംഗം വരുത്തിയ, സഭയുടെ അടിത്തറയിളക്കുവാൻ ശ്രമിച്ച ചില ദുരുപദേശങ്ങളെ ചെറുത്തു തോൽപ്പിക്കുവാനായിരുന്നു എന്ന് കാണുവാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഒരു ചെറിയ സമൂഹമായ ഈ സഭ ഈ സമൂഹത്തിൽ ഇറങ്ങിച്ചെന്ന്, സാധാരണക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ ഇടയിൽ മാതൃകാപരമായ ജീവിതം നയിക്കണമെന്നുള്ള ആഹ്വാനവും യാക്കോബ് ശ്ലീഹ നൽകുന്നുണ്ട് എന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ട് എനിക്ക് ഇന്ന് രാത്രി നിങ്ങളുമായി പങ്കുവയ്ക്കുവാനുള്ള പ്രധാന സന്ദേശത്തിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നത്, എങ്ങനെയാണ് പ്രതിസന്ധിയുടെ മധ്യത്തിൽ സാക്ഷ്യത്തിൽ മുന്നേറാൻ സാധിക്കുന്നത്, എങ്ങനെയാണ് സഭയ്ക്കുള്ളിൽ ധ്രുവീകരണങ്ങൾ സംഭവിക്കുന്ന കാലഘട്ടത്തിൽ ഒരു പൊതുസമൂഹത്തിൽ നമുക്ക് സാക്ഷ്യമായി മാറുവാൻ സാധിക്കുന്നത്, എങ്ങനെയാണ് പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും വൈതരണ്യങ്ങളുടെയും ഒക്കെ മധ്യത്തിൽ ഒരു ചെറിയ സമൂഹമായ ക്രൈസ്തവ സഭയ്ക്ക് പൊതുസമൂഹത്തിൽ സാക്ഷ്യത്തിനായി നിലപാടുകൾ സ്വീകരിക്കാൻ സാധിക്കുന്നത്. ഇത് ഗൗരവമായ വിഷയമാണെങ്കിലും വളരെ പ്രായോഗികമായി ഇതിന് 4 ഉത്തരം യാക്കോബ് ശ്ലീഹ നൽകുന്നുണ്ട്. അത് വളരെ വേഗത്തിൽ അച്ഛൻ എനിക്ക് അനുവദിച്ചു തന്നിട്ടുള്ള സമയത്തിൽ പങ്കുവയ്ക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അതിലൊന്നാമതായി യാക്കോബ് ശ്ലീഹ പറയുന്നത് വളരെ ലളിതമായ ഒരു കാര്യമാണ്. എന്താണ് യാക്കോബ് ശ്ലീഹ പറയുന്നതെന്നറിയാമോ? പൊതുസമൂഹത്തിൽ നിങ്ങൾക്ക് സാക്ഷ്യം നിർവഹിക്കണമെങ്കിൽ നിങ്ങൾ ഒന്നാമതായി ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ വിശ്വാസത്തെ പ്രവർത്തനത്തിലൂടെ ആവിഷ്കരിക്കണം എന്നാണ് പറയുന്നത്. വളരെ ലളിതമായ കാര്യമാണ്. അതുകൊണ്ട് ചിതറിപ്പാർക്കുന്ന ഇടങ്ങളിൽ ഇതര മതങ്ങളുടെയും സംസ്കാരങ്ങളുടെയും മധ്യത്തിൽ ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് സാക്ഷ്യത്തിൽ മുന്നേറാൻ സാധിക്കണമെങ്കിൽ ഒന്നാമതായി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വിശ്വാസത്തെ പ്രവർത്തനത്തിലൂടെ ആവിഷ്കരിക്കുക. നമ്മുടെ വിശ്വാസത്തിൽ അടിസ്ഥാനപ്പെട്ട പ്രവർത്തനങ്ങൾ കാണുമ്പോൾ, വിശ്വാസത്തിൽ അടിസ്ഥാനപ്പെട്ട നമ്മുടെ നിലപാടുകൾ കാണുമ്പോൾ, വിശ്വാസത്തിൽ അടിസ്ഥാനപ്പെട്ട നമ്മുടെ ജീവിത മൂല്യങ്ങൾ കാണുമ്പോൾ നമ്മളിലേക്ക് അനേകർ ആകർഷിക്കപ്പെടും. അതുവഴി നമ്മൾ വിശ്വസിക്കുന്ന ക്രിസ്തുവിലേക്ക് അനേകർ ആകർഷിക്കപ്പെടും. അതുകൊണ്ട് നമ്മൾ വിശ്വസിക്കുന്ന വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ആവിഷ്കരിക്കുന്ന ജീവിതാനുഭവങ്ങളുടെ വെളിച്ചത്തിൽ അനേകരെ നമ്മൾ വിശ്വസിക്കുന്ന യേശു കർത്താവിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കും എന്നാണ് യാക്കോബ് ശ്ലീഹ പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ചിതറിപ്പാർക്കുന്ന ഇടങ്ങളിൽ ഒരുപക്ഷെ നാളെ മുതൽ ഞങ്ങൾ കർത്താവിനെക്കുറിച്ച് പ്രസംഗിക്കുവാൻ പോവുകയാണ്, നിങ്ങളെല്ലാവരും വന്ന് ഞങ്ങളുടെ പ്രസംഗം കേൾക്കണമെന്ന് പറഞ്ഞാൽ ആരും പ്രസംഗം കേൾക്കാൻ വരണം എന്നില്ല. എന്നാൽ നീ ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ, നിങ്ങളുടെ അയൽപക്ക സമൂഹങ്ങളിൽ, നീ പ്രവർത്തിക്കുന്ന ഇടങ്ങളിൽ, നീ സംസാരിക്കുന്നവരോട്, നീ ഇടപാടുകൾ നടത്തുന്നവരോടൊക്കെ വിശ്വാസത്തിൻ്റെ തനിമയിലും തെളിമയിലുമുള്ള ജീവിതത്തിൻ്റെ അനുഭവങ്ങളെ ആവിഷ്കരിച്ചു കൊടുക്കാൻ സാധിച്ചാൽ നിൻ്റെ ജീവിതം കണ്ട്, നീ ജീവിതത്തിൽ ഉയർത്തിപ്പിടിക്കുന്ന ദൈവരാജ്യ മൂല്യങ്ങളും ശീലങ്ങളും കണ്ട് നീ വിശ്വസിക്കുന്ന കർത്താവിലേക്ക് അനേകർ കടന്നു വരും. അങ്ങനെ നിനക്ക് സാക്ഷ്യത്തിൻ്റെ അനുഭവക്കാരനായി തീരാൻ സാധിക്കും, സാക്ഷ്യ സമൂഹത്തിൽ പങ്കുവയ്ക്കാൻ സാധിക്കും എന്നാണ് യാക്കോബ് ശ്ലീഹ ചോദിക്കുന്നത്. അതുകൊണ്ടാണ് 2-ാം അധ്യായം 20ഉം 26ഉം വാക്യങ്ങളിൽ യാക്കോബ് ശ്ലീഹ പറയുന്നു, പ്രവൃത്തി ഇല്ലാത്ത വിശ്വാസം നിർജീവവും നിഷ്ഫലവുമാണ് എന്നാണ് പറയുന്നത്. പ്രവൃത്തിയില്ലാത്ത വിശ്വാസവും നിർജീവവും നിഷ്ഫലവുമാണ് എന്ന് കൃത്യമായി യാക്കോബ് ശ്ലീഹ പറയുന്നുണ്ട്. കുറച്ചുകൂടെ വിശദമാക്കുവാൻ യാക്കോബ് ശ്ലീഹ നമ്മൾ ഇന്ന് വായിച്ചു കേട്ട വേദഭാഗത്ത് പറയുകയാണ്, നിങ്ങളുടെ സഹോദരനോ സഹോദരിയോ ഒരാൾ നഗ്നരും അഹോവൃത്തിക്ക് വകയില്ലാത്തവരുമായിരിക്കെ നിങ്ങൾ നല്ല വസ്ത്രം ധരിക്കണം എന്ന് പറയുകയും അവിടെ തീ വെച്ചിട്ടുണ്ട്, തീ പോയി കായണം എന്ന് പറയുകയും ചെയ്തുകൊണ്ട് എന്താണ് പ്രയോജനം? അവൻ്റെ വിശപ്പകറ്റുവാനുള്ള വക അവന് കൊടുക്കാതെ, അവൻ്റെ തണുപ്പകറ്റുവാനുള്ള വസ്ത്രം അവന് കൊടുക്കാതെ നീ ചില വാക്കുകൾ മാത്രം പറഞ്ഞാൽ എങ്ങനെയാണ് പ്രവൃത്തി ഉണ്ടാകുന്നത്? അതുകൊണ്ട് നീ എന്തു വിശ്വസിക്കുന്നുവോ ആ വിശ്വാസത്തെ നിന്റെ പ്രവർത്തനത്തിലൂടെ ആവിഷ്കരിക്കുവാൻ ഈ നാളുകളിൽ സാധിക്കണം എന്നാണ് യാക്കോബ് ശ്ലീഹ കൃത്യമായിട്ട് പറയുന്നത്. അതുകൊണ്ടാണ് ഭക്തിയെക്കുറിച്ചുള്ള ഒരു നിർവചനം യാക്കോബ് ശ്ലീഹ തൻ്റെ 1-ാം അധ്യായം 27-ാം വാക്യത്തിൽ പറയുമ്പോൾ അതിനുള്ള ഒരു വിശദീകരണം യാക്കോബ് ശ്ലീഹ കൊടുക്കുന്നത് ഇങ്ങനെയാണ്: ശുദ്ധവും നിർമ്മലവുമായ ഭക്തിയോ അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതും
ലോകത്താലുള്ള കളങ്കം പറ്റാതെ നിന്നെ തന്നെ സൂക്ഷിക്കുന്നതുമാണ് എന്നാണ് പറയുന്നത്. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ വിശ്വാസത്തിന് ഒരു ആവിഷ്കാരത്തിൻ്റെ തലം ഉണ്ടാകണം. നമ്മുടെ വിശ്വാസത്തിന് ഒരു പ്രാക്ടീസ് ഉണ്ടാകണം, ഒരു പ്രവർത്തനത്തിൻ്റെ തലമുണ്ടാകണം. നമ്മുടെ ജീവിതവും നമ്മുടെ പ്രവർത്തനവും കണ്ട് അനേകർ നമ്മുടെ വിശ്വാസത്തിലേക്കും നമ്മൾ വിശ്വസിക്കുന്ന യേശു കർത്താവിലേക്ക് കടന്നു വരണം എന്നുള്ളതാണ് യാക്കോബ് ശ്ലീഹായുടെ പ്രധാനപ്പെട്ട പഠിപ്പിക്കൽ. പത്രോസ് ശ്ലീഹ ഇതേ വരികൾ തന്നെ പിടിച്ചുകൊണ്ട് കുറച്ചുകൂടെ വിശദമായി പറയുകയാണ്. എന്താ പറയുന്നതെന്നറിയാമോ? പത്രോസ് ശ്ലീഹ എഴുതിയ 2-ാം ലേഖനം അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 5-6 വാക്യത്തിൽ പറയുകയാണ്, നിങ്ങളുടെ വിശ്വാസത്തോട് നിങ്ങൾ വീര്യവും, വിശ്വാസത്തോട് വീര്യവും, വീര്യത്തോട് പരിജ്ഞാനവും, പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയവും, ഇന്ദ്രിയജയത്തോട് സ്ഥിരതയും, സ്ഥിരതയോട് ഭക്തിയും, ഭക്തിയോട് സഹോദരപ്രീതിയും, സഹോദരപ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളുവീൻ എന്നാണ് പത്രോസ് ശ്ലീഹ പറയുന്നത്. അതായത് നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ പല പ്രവർത്തന മേഖലയിൽ ആവിഷ്കരിക്കുവാനുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ വിശ്വാസം വീര്യമുള്ള വിശ്വാസമായിരിക്കണം. നിങ്ങൾക്ക് തിന്മശക്തികളോടും ലോകത്തിൻ്റെ ശക്തികളോടും പോരാടുവാനുണ്ട്. അതുകൊണ്ട് വീര്യമുള്ള വിശ്വാസത്തിൻ്റെ ഉടമകളായി നിങ്ങൾ ജീവിക്കുന്ന പരിസരങ്ങളിൽ നിലനിൽക്കുവാൻ സാധിക്കുമോ എന്ന് പത്രോസ് ശ്ലീഹ ചോദിക്കുകയാണ്. പരിജ്ഞാനം നിങ്ങളുടെ വിശ്വാസത്തോട് കൂട്ടിച്ചേർക്കണം. കാരണം പരിജ്ഞാനത്തോടുകൂടി പാപത്തിൻ്റെ ഘടനകളെ തിരിച്ചറിയുവാനുള്ളൊരു ബോധ്യം നിങ്ങൾക്ക് ലഭിക്കും എന്ന് പത്രോസ് ശ്ലീഹ പഠിപ്പിക്കുന്നുണ്ട് എന്ന് കാണുവാൻ സാധിക്കും. പരിജ്ഞാനവും ഒക്കെ ഉള്ള വിശ്വാസം ഇന്ദ്രിയങ്ങളുടെ മേൽ ജയമെടുക്കുവാൻ നിങ്ങളെ സഹായിക്കുന്ന വിശ്വാസമായി തീരണം. അത് സ്ഥിരതയുള്ള വിശ്വാസമായി തീരണം. അത് ഭക്തി ജീവിത ഇടങ്ങളിൽ ആവിഷ്കരിക്കുന്ന വിശ്വാസമായി തീരണം. അത് സഹോദരപ്രീതിയിലേക്ക് നീളുന്ന വിശ്വാസമായി തീരണം. അത് സ്നേഹത്തെ ആവിഷ്കരിക്കുന്ന വിശ്വാസമായി തീരണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് വിശ്വാസത്തെക്കുറിച്ച് ചില കണക്കുകൂട്ടലുകൾ ഒരു പുതിയ വർഷത്തിൻ്റെ ആരംഭത്തിൽ നമുക്കുണ്ടാകണം. നമ്മുടെ വിശ്വാസത്തോടെ എന്തൊക്കെയാണ് ഈ കാലഘട്ടത്തിൽ കൂട്ടിച്ചേർക്കേണ്ടത്? എൻ്റെ വിശ്വാസ ജീവിതത്തോടെ എന്ത് കൂട്ടിച്ചേർത്താൽ ഞാൻ വിശ്വസിക്കുന്ന കർത്താവിലേക്ക് ഈ പൊതുസമൂഹം കടന്നു വരും എന്നുള്ളത് ഗൗരവമായി വിലയിരുത്തേണ്ട ഒരു വർഷമാണ്. അതുകൊണ്ട് 2025 ഒരു ജൂബിലി വർഷമായി നമ്മൾ കാണുന്നുവെങ്കിൽ നമ്മുടെ വിശ്വാസത്തോട് വീര്യവും, വീര്യത്തോട് പരിജ്ഞാനവും, പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയവും, ഈ ഇന്ദ്രിയജയത്തോട് സ്ഥിരതയും, ഈ സ്ഥിരതയോട് സഹോദരപ്രീതിയും, ഈ സഹോദരപ്രീതിയോട് ഭക്തിയും, ഈ ഭക്തിയോട് സ്നേഹവും കൂട്ടിച്ചേർക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നീ വേദഭാഗം നമ്മളെ വെല്ലുവിളിക്കുകയാണ്. ഇതുതന്നെയാണ് പത്രോസ് ശ്ലീഹ വീണ്ടും തുടർന്ന് പറയുന്നത്. നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പ്രതിഫലനം എന്ന് പറയുന്നത് നിർവ്യാജമായ സഹോദര പ്രീതിയിൽ ആയിരിക്കണം. നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പ്രതിഫലനം എന്ന് പറയുന്നത് അതിഥി സൽക്കാരം ആചരിക്കുന്നതിലൂടെ ആയിരിക്കണം. ഈ അതിഥി സൽക്കാരം എന്ന് പറയുന്നത് അപരിചിതരെ ചേർത്ത് നിൽക്കുന്ന അനേകർക്ക് അർദ്ധരാത്രിയിലെ സ്നേഹിതനായി തീരുന്ന ഒരു ശുശ്രൂഷയായി തീരണം എന്ന് പത്രോസ് ശ്ലീഹ പറയുകയാണ്. അതുകൊണ്ട് സാർവത്രിക ലേഖനങ്ങൾ ഏതെടുത്ത് നമ്മൾ പരിശോധിച്ചാലും അത് നമുക്ക് തരുന്ന ഒരു പ്രധാനപ്പെട്ട പാഠം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ വിശ്വാസത്തെ പ്രവൃത്തിയിലൂടെ ആവിഷ്കരിക്കണം എന്നുള്ളതാണ് പ്രിയമുള്ളവർ. അതുകൊണ്ട് പ്രിയമുള്ള എന്നെ ശ്രവിക്കുന്ന ദൈവജനമേ, എവിടെയാണ് നമ്മുടെ വിശ്വാസ ജീവിതം ഇന്ന് സമൂഹത്തിൽ സംവേദനം ചെയ്യുവാൻ നമ്മൾ പരാജയപ്പെട്ടിട്ടുള്ളത്? നമ്മളെല്ലാവരും വിശ്വാസികളാണല്ലോ, വിശ്വാസ തികവുള്ളവരാണല്ലോ. എന്നാൽ ഈ സമൂഹത്തിൽ ചലനാത്മകമായ സാന്നിധ്യമായി തീരുവാൻ നമ്മുടെ വിശ്വാസം സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ വിമർശനാത്മകമായി വിലയിരുത്തണം. അവിടെ ഇതാ ഈ യാക്കോബ് ശ്ലീഹ നമ്മളോട് പറയുന്നു, അത് സാധിക്കും, ഈ കാലഘട്ടത്തിൽ സാധിക്കും. എങ്ങനെ സാധിക്കുമെന്ന് ചോദിച്ചാൽ ഈ വേദഭാഗം നമ്മളെ പഠിപ്പിക്കുകയാണ്. നമ്മുടെ വിശ്വാസം പ്രവൃത്തിയിലൂടെ ആവിഷ്കരിക്കുവാൻ സാധിക്കും. എനിക്ക് വിശ്വാസമുണ്ടെന്ന് പറയുക മാത്രമല്ല, വിശ്വാസത്തിനനുസൃതമായ നിലപാടുകൾ ജീവിതത്തിൽ സ്വീകരിക്കാൻ സാധിക്കണം. വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിൽ ദൈവരാജ്യ മൂല്യങ്ങളും ശീലങ്ങളും ഈ കാലഘട്ടത്തിൽ പ്രദർശിപ്പിക്കാൻ സാധിക്കണം. അങ്ങനെ നമ്മുടെ വിശ്വാസം കണ്ട് അനേകർ ക്രിസ്തുവിലേക്ക് കടന്നു വരും. അങ്ങനെ നമുക്ക് പൊതുസമൂഹത്തിൽ സാക്ഷ്യത്തിൻ്റെ ആവിഷ്കാരമായി തീരാൻ സാധിക്കും. അതുകൊണ്ട് ഒന്നാമതായി വിശ്വാസത്തിൻ്റെ ആവിഷ്കാരം പ്രവൃത്തിയിലൂടെ നടത്തുമ്പോഴാണ് ഈ കാലഘട്ടത്തിൽ പൊതുസമൂഹത്തിൽ സാക്ഷ്യം യാഥാർത്ഥ്യമായി തീരും. എന്നെ വെല്ലുവിളിച്ച 2 ഉദാഹരണങ്ങൾ പറഞ്ഞ് നമുക്ക് മുമ്പോട്ട് പോകാം. അതിൽ ഈ അടുത്ത കാലത്ത് ഞാൻ വായിക്കുകയും നേരിട്ട് സംസാരിക്കുകയും ചെയ്ത കത്തോലിക്ക സഭയിൽ ഒരു സിസ്റ്ററാണ്, സിസ്റ്റർ സുധ വർഗീസ് എന്ന് പറയുന്ന സിസ്റ്റർ. ഒരു പക്ഷേ സിസ്റ്ററിനെ കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം, വായിച്ചിട്ടുണ്ട്, പത്രങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്. അവർ കോട്ടയംകാരി പാറ്റ്നയിലെ ഒരു മിഷൻ സ്കൂളിൽ പോയി ഒരു ടീച്ചറായി പ്രവർത്തനം ആരംഭിച്ച ആളാണ്. എന്നാൽ വീക്കെൻഡ് സ്കൂൾ അവധിയായതുകൊണ്ട് ഈ ബീഹാറിലെ ചില ഗ്രാമങ്ങൾ സന്ദർശിക്കുവാൻ വേണ്ടി ഈ സിസ്റ്റർ പോകുമായിരുന്നു. അങ്ങനെ ഒരിക്കൽ സന്ദർശിച്ചപ്പോൾ ഈ സിസ്റ്റർ സുധാ വർഗീസ് കണ്ടെത്തിയ ഒരു ഗ്രാമം
മുഷഹർ കമ്മ്യൂണിറ്റി പാർക്കുന്ന ഗ്രാമമാണ്. മുഷഹർ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ എലികളെയൊക്കെ പിടിച്ച് അതിനെയൊക്കെ തിന്ന് ഉപജീവനം കഴിക്കുന്ന കമ്മ്യൂണിറ്റിയാണ്. റാറ്റ് ഈറ്റേഴ്സിൻ്റെ കമ്മ്യൂണിറ്റിയാണ്. ഈ ഒരു വളരെ അപൂർവമായ ഒരു കമ്മ്യൂണിറ്റി, ഒരു ഗ്രാമമെന്ന് പറയാൻ പോലും സാധ്യമല്ലാത്ത ഒരു കുഗ്രാമത്തിൽ പാർക്കുന്നത് ഈ സിസ്റ്റർ സുധാ വർഗീസ് കണ്ടെത്തി. അതിനുശേഷം എല്ലാ വീക്കെൻഡിലും തനിക്ക് സമയം ലഭിക്കുമ്പോൾ ഈ മുഷഹർ കമ്മ്യൂണിറ്റിയിൽ പോയി ഈ സിസ്റ്റർ സുധാ വർഗീസ് പ്രവർത്തിക്കുമായിരുന്നു. പിന്നീട് അവർ കോൺവെൻറ്റിലെ ജോലി റിസൈൻ ചെയ്ത് ഈ മുഷഹർ കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ ഏകദേശം 30 വർഷം താമസിച്ച് പ്രവർത്തിച്ചു. അവരിൽ ഒരാളായി പ്രവർത്തിച്ചു. അവരുടെ കുഞ്ഞുങ്ങൾ നിരവധി ചൂഷണത്തിൻ്റെ മധ്യത്തിലൂടെ കടന്നു പോകുന്ന കാലഘട്ടം ആയിരുന്നു അത്. അവരുടെ കൃഷിഭൂമികളൊക്കെ കണ്ടുകെട്ടി വലിയ ഖനികൾ ഒക്കെ ഉള്ളവർ, ലോബികൾ ഇവരുടെ കൃഷിഭൂമികളൊക്കെ കണ്ടുകെട്ടി അത് ഖനികളായി ഉപയോഗിക്കുന്ന കാലഘട്ടമായിരുന്നു. അവരുടെ സാധാരണ നിയമങ്ങൾ സ്ഥാപിച്ച് കിട്ടുന്ന പ്രവർത്തനങ്ങളിൽ ഈ സിസ്റ്റർ സുധാ വർഗീസ് പങ്കാളിയായി തീർന്നു. അവരുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിരവധി നിയമ നടപടികൾ അക്കാലഘട്ടത്തിൽ ആ പ്രദേശത്ത് കോടതികളിൽ കേസ് കൊടുക്കുവാൻ ഈ സിസ്റ്റർ സുധാ വർഗീസ് മുന്നോട്ട് വന്നു. നിരവധി കുഞ്ഞുങ്ങളുടെ വളർച്ചയ്ക്കും പഠനത്തിനും വേണ്ടി നിരവധി പ്രവർത്തനങ്ങൾ ചെയ്തു. ഏകദേശം 30 വർഷത്തോളം ആ മുഷഹർ കമ്മ്യൂണിറ്റിയിൽ അവരിലൊരാളായി അവരുടെ മധ്യത്തിൽ താമസിച്ച് തൻ്റെ വിശ്വാസത്തെ തൻ്റെ ജീവിതത്തിലൂടെ ആവിഷ്കരിച്ചു. ഈ സിസ്റ്ററിൻ്റെ ജീവിതവും അവർ പ്രകടിപ്പിക്കുന്ന വിശ്വാസത്തിൻ്റെ തീഷ്ണതയും അനേകരെ ഈ ക്രിസ്തു വിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്താൻ സഹായിച്ചു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അവർ സൈക്കിൾ ദീദി എന്ന പേരിലാണ് ആ പ്രദേശത്ത് അറിയപ്പെടുന്നത്. ഒരു സൈക്കിളിലാണ് ഏകദേശം 70 വയസ്സിനോടടുത്ത് പ്രായമുള്ള ഈ സിസ്റ്റർ ഇപ്പോഴും സഞ്ചരിക്കുന്നത്. ചില വർഷങ്ങൾക്ക് മുമ്പ് ഭാരത സർക്കാർ ഈ സിസ്റ്ററിൻ്റെ പ്രവർത്തനത്തെ അംഗീകരിച്ചത് പത്മശ്രീ ബഹുമതി നൽകിയാണ് എന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ട് തൻ്റെ വിശ്വാസത്തെ, യേശു കർത്താവുമായുള്ള തൻ്റെ ബന്ധത്തെ തൻ്റെ കൊച്ചു കൊച്ചു ജീവന ഇടങ്ങളിൽ പ്രവർത്തനത്തിലൂടെ ആവിഷ്കരിക്കുന്നതിലൂടെ അനേകരെ ക്രിസ്തുവിലേക്ക് ആനയിക്കുവാൻ സാധിക്കുന്നു. പൊതു ഇടങ്ങളിലെ ക്രിസ്തീയ സാക്ഷ്യത്തിൻ്റെ മകുടമായൊരു ഉദാഹരണമാണ് ഈ സിസ്റ്റർ സുധാ വർഗീസ്. മറ്റൊരാൾ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഡോക്ടർ എ കെ തര്യനാണ്. ഡോക്ടർ എ കെ തര്യൻ പ്രശസ്തമായ നിലയിൽ MBBS പഠനം പൂർത്തിയാക്കിയപ്പോൾ അദ്ദേഹം പ്രവർത്തിക്കുവാൻ വേണ്ടി തിരഞ്ഞെടുത്ത സ്ഥലം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്ഷയരോഗികൾ മരിച്ചു വീഴുന്ന ഒട്ടൻചിത്രം എന്ന് പറയുന്ന കുഗ്രാമത്തിലായിരുന്നു എന്ന് നമുക്കറിയാം. ചില വർഷങ്ങൾക്ക് മുമ്പ് കൊമ്പാടി ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദ്യാർത്ഥികളുമായി ഞങ്ങൾ അവിടെ പോയി ഈ ഒട്ടൻചിത്രത്തുള്ള ക്രിസ്ത്യൻ ഫെലോഷിപ്പ് ഹോസ്പിറ്റലിൽ താമസിച്ചപ്പോൾ അവർ അവിടുത്തെ പ്രവർത്തനങ്ങളെ ഞങ്ങൾക്ക് വിശദീകരിച്ചു തന്നു. നിരവധി കാര്യങ്ങൾ പറയാനുണ്ട്. അതിൽ ഒരു കാര്യം മാത്രം ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കട്ടെ. ഈ ഡോക്ടർ എ കെ തര്യൻ കുടുംബമായി പോയി താമസിച്ചത് ഒരു ചെട്ടിയാരുടെ ചായക്കടയിലാണ്. പരിമിതമായ സൗകര്യത്തിലാണ്. കുഞ്ഞുങ്ങളെയൊക്കെ പഠിപ്പിച്ച് അവിടെ ക്ലിനിക്ക് നടത്തുകയാണ്. അങ്ങനെ ഇരിക്കെ ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ അവിടെ ഗ്രാമാന്തരങ്ങളിൽ എല്ലാവർക്കും പ്രയോജനപ്പെട്ടു വരുന്ന ഒരു കാലഘട്ടത്തിൽ ഇദ്ദേഹത്തിന് അഖില ലോക സഭാ കൗൺസിലിൻ്റെ ഏഷ്യ പസഫിക് റീജിയൻ്റെ മെഡിക്കൽ സെക്രട്ടറി ആയിട്ടുള്ള അപ്പോയിൻറ്റ്മെൻറ്റ് ലെറ്റർ ലഭിച്ചു. നിങ്ങൾ ഓർത്തു നോക്കിയേ, യാതൊരു അടിസ്ഥാന സൗകര്യവുമില്ലാത്ത ഒരു കുഗ്രാമത്തിൽ തൻ്റെ കുഞ്ഞുങ്ങൾക്ക് പ്രാഥമിക വിദ്യാഭ്യാസം പോലും ലഭിക്കുവാൻ ഒട്ടും സൗകര്യമുള്ള ഇടമായിരുന്നില്ല. അതിൻ്റെ മധ്യത്തിലാണ് ഏഷ്യ പസഫിക് റീജിയൻ്റെ മെഡിക്കൽ സെക്രട്ടറിയായി ഒരു പ്രശസ്തമായ വിദേശ രാജ്യത്ത് പോയി താമസിച്ച് വളരെ ഉയർന്ന ഒരു പോസ്റ്റ് തനിക്ക് ലഭിച്ചത്. ഏത് തീരുമാനമെടുക്കും? നമ്മുടെയൊക്കെ വീട്ടിലാണെങ്കിൽ നമുക്കൊരു തീരുമാനമെടുക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല, അല്ലേ? എന്നാൽ ഡോക്ടർ തര്യൻ ഒരു ദിവസം സന്ധ്യാപ്രാർത്ഥനയ്ക്കിരുന്നപ്പോൾ ഈ അപ്പോയിൻമെൻറ്റ് ലെറ്റർ ഭാര്യയുടെയും മക്കളുടെയും മുമ്പിൽ വെച്ചതിന് ശേഷം ഒരു കാര്യം ചോദിച്ചു. ഇന്നത്തെ നമ്മുടെ കുടുംബ പ്രാർത്ഥന കഴിയുമ്പോൾ നമ്മളൊരു തീരുമാനമെടുക്കണം. എന്താ തീരുമാനമെടുക്കേണ്ടതെന്നറിയാമോ? നമ്മുടെ പ്രവർത്തന മേഖല എവിടെയാകണം എന്നാണ് തീരുമാനം. അന്നത്തെ കുടുംബ പ്രാർത്ഥന കഴിഞ്ഞ് ഡോക്ടർ നിശബ്ദനായിരിക്കുകയാണ്. നമ്മുടെയൊക്കെ വീട്ടിലെ കുടുംബ പ്രാർത്ഥനയായിരുന്നെങ്കിൽ അതിൻ്റെ തീരുമാനം എന്താണ് എന്ന് നമുക്ക് കൃത്യമായിട്ടറിയാം. എല്ലാവരും നിശബ്ദനായിരുന്നപ്പോൾ ഡോക്ടറുടെ മൂത്ത മകൻ പറഞ്ഞു, പപ്പ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്ഷയരോഗികൾ മരിച്ചു വീഴുന്ന ഈ കുഗ്രാമത്തിലാകണം നമ്മുടെ പ്രവർത്തനം. അന്ന് ആരംഭിച്ച ഒരു ക്ലിനിക്കും പ്രവർത്തനവുമാണ് ഇന്ന് 150ഓളം ഡോക്ടേഴ്സ് പ്രവർത്തിക്കുന്ന ക്രിസ്ത്യൻ ഫെലോഷിപ്പ് ഹോസ്പിറ്റൽ ഒട്ടൻചിത്രം. ഒരു പൊതുസമൂഹത്തിൽ നിൻ്റെ വിശ്വാസം നിലപാടുകൾ എടുക്കുവാൻ നിന്നെ പ്രേരിപ്പിച്ചാൽ, അതിനുവേണ്ടി ചില ത്യാഗങ്ങൾ അനുഭവിക്കുവാൻ നിനക്ക് മനസ്സ് തന്നാൽ, ഒരു പൊതുസമൂഹത്തിന് മുമ്പിൽ യേശു കർത്താവിനെ പരിചയപ്പെടുത്തി കൊടുക്കാൻ സാധിക്കും. അത് യാക്കോബ് ശ്ലീഹ ലേഖനം എഴുതിയ കാലഘട്ടത്തിലും സാധിക്കും, ഇന്നും സാധിക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് പൊതുവിടങ്ങളിൽ ക്രിസ്തീയ സാന്നിധ്യം വല്ലാതെ പരിഹസിക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ നിന്റെ ജീവിതം സാക്ഷ്യമാക്കി മാറ്റുവാൻ നിനക്ക് സാധിക്കുമോ? നീ ഉയർത്തിപ്പിടിക്കുന്ന നിലപാടുകൾ നിന്റെ സാക്ഷ്യത്തിൻ്റെ ആവിഷ്കാരങ്ങളായി തീരുമോ? നീ ജീവിതത്തിൽ ഉയർത്തിപ്പിടിക്കുന്ന ദൈവരാജ്യ മൂല്യങ്ങൾ നിന്റെ വിശ്വാസത്തിൻ്റെ പ്രതിഫലനങ്ങളായി തീരുമെങ്കിൽ
തീർച്ചയായിട്ടും ഈ കാലഘട്ടത്തിൽ പൊതുസമൂഹത്തിൽ കർത്താവിനെ സാക്ഷിക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ളത് യാതൊരു സംശയമില്ല. അതുകൊണ്ട് എങ്ങനെയാണ് പൊതുസമൂഹത്തിൽ യേശു കർത്താവിനെ സാക്ഷിക്കുന്നത്? ഒന്ന്, നമ്മുടെ വിശ്വാസത്തെ പ്രവർത്തനങ്ങളിലൂടെ ആവിഷ്കരിക്കുന്നതിലൂടെ, നമ്മുടെ പ്രസംഗത്തെ നമ്മുടെ ജീവിതമാക്കി തീർക്കുന്നതിലൂടെ, നമ്മൾ ഇതുവരെ കേട്ടിട്ടുള്ള വചനങ്ങളെ നമ്മുടെ ജീവിതത്തിലൂടെ ഭാഷാന്തരം ചെയ്യുന്നതിലൂടെ യേശു കർത്താവിൻ്റെ സാക്ഷികളായി തീരുവാൻ സാധിക്കുമോ എന്നീ വേദഭാഗം നമ്മളെ ശക്തമായി വെല്ലുവിളിക്കുന്നുണ്ട്. അതിന് സാധിക്കുന്ന ഒരു വർഷമായി ഈ 2025 വർഷം തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. രണ്ടാമതായി, ഒരു പൊതുസമൂഹത്തിൽ എങ്ങനെയാണ് നമുക്ക് ഈ കാലഘട്ടത്തിൽ സാക്ഷ്യം സാധിക്കുന്നത്? യാക്കോബ് ശ്ലീഹ രണ്ടാമതായി പറയുകയാണ്, സത്യ ഉപദേശത്തിൻ്റെ പ്രചാരകരും പ്രയോക്താക്കളുമായി നിങ്ങൾ മാറുന്നതിലൂടെ മാത്രമേ സാക്ഷ്യം പങ്കുവയ്ക്കുവാൻ സാധിക്കത്തുള്ളൂ. എന്താ യാക്കോബ് ശ്ലീഹ പറയുന്നത്? സത്യ ഉപദേശത്തിൻ്റെ പ്രചാരകരും പ്രയോക്താക്കളുമായി നിങ്ങൾ മാറുന്നതിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. 3-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ ഈ വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. നമുക്ക് ആ വേദഭാഗം മുഴുവൻ വായിക്കാൻ ഇന്നത്തെ ഒരു പ്രത്യേക പശ്ചാത്തലത്തിൽ പരിമിതമായ സമയം അനുവദിക്കുന്നില്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ട് യാക്കോബ് ശ്ലീഹ കൃത്യമായി പറയുകയാണ്, നിങ്ങളൊരു പൊതുസമൂഹത്തിൽ ജീവിക്കേണ്ടവരാണ് ക്രിസ്തുവിശ്വാസികൾ. പക്ഷേ പൊതുസമൂഹത്തിൽ ജീവിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട 2 കാര്യങ്ങൾ. ഒന്ന്, സത്യ ഉപദേശത്തെ മുറുകെ പിടിക്കുക. ഈ സത്യ ഉപദേശത്തെ മാത്രം പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് പ്രധാനമായും പറയുന്നത്. നമുക്കറിയാം, യാക്കോബ് ശ്ലീഹ 3-ാം അധ്യായം എഴുതുമ്പോൾ അവിടെ നാവിൻ്റെ ശിക്ഷണത്തെക്കുറിച്ചും നാവിനെ കടിഞ്ഞാണിട്ട് സൂക്ഷിക്കണം എന്നുമൊക്കെയാണ് വിശദമായിട്ട് പറയുന്നത്. ഇതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവിടെ 1-ാം വാക്യത്തിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ദുരുപദേശം സഭയിൽ നുഴഞ്ഞു കയറിയ കാലഘട്ടമായിരുന്നു അത് എന്നുള്ളതാണ്. ഞാൻ ആമുഖത്തിൽ പറഞ്ഞു, ബാഹ്യമായ ഒത്തിരി പ്രശ്നങ്ങളെ ചിതറിപ്പാർത്ത ക്രിസ്തുവിശ്വാസികൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നുണ്ട്. റോമൻ സാമ്രാജ്യത്തിൽ നിന്നുള്ള വെല്ലുവിളിയുണ്ട്, യഹൂദ മത നേതൃത്വത്തിൽ നിന്നുള്ള വെല്ലുവിളിയുണ്ട്. അതുകൊണ്ട് എക്സ്റ്റേണൽ പ്രഷേഴ്സ് ധാരാളമുണ്ട്. അതിൻ്റെ മധ്യത്തിലാണ് ഉള്ളിൻ്റെ ഉള്ളിൽ നിരവധി പ്രശ്നങ്ങൾ രൂപപ്പെട്ടത്, ഇൻറ്റേർണൽ ഇഷ്യൂസ് രൂപപ്പെട്ടു. അത് ദുരുപദേശത്തിൻ്റെ രൂപത്തിലായിരുന്നു എന്ന് കാണാൻ സാധിക്കും. ഞാൻ പറയുന്ന ഈ വാക്കുകൾക്ക് ആ വാക്കുകളേക്കാൾ ഗൗരവമായി നമ്മൾ പരിഗണിക്കേണ്ട വിഷയമാണ്. ഞാൻ പറഞ്ഞല്ലോ, പുതിയ നിയമത്തിലെ പകുതിയോളം പുസ്തകങ്ങൾ എഴുതപ്പെട്ടത് ദുരുപദേശത്തെ ചെറുത്തു തോൽപ്പിക്കാനാണ്. 7ഓളം വരുന്ന സാർവത്രിക ലേഖനങ്ങളിൽ 5 പുസ്തകങ്ങൾ എഴുതപ്പെട്ടത് ദുരുപദേശത്തെ ചെറുത്തു തോൽപ്പിക്കുവാനാണ്. അതുകൊണ്ട് യാക്കോബ് ശ്ലീഹ പറയുന്നു, ദുരുപദേശകരുടെ ഉപദേശങ്ങളെ നിങ്ങൾ ചെറുത്തു തോൽപ്പിക്കണം. ദുരുപദേശങ്ങളുടെ തെറ്റായ ഉപദേശങ്ങളെ നിങ്ങൾ ഒരു കാരണവശാലും പ്രചരിപ്പിക്കരുത്. നിങ്ങൾ സത്യത്തിൻ്റെ പക്ഷത്ത് നിൽക്കണം, സത്യവിശ്വാസത്തെ മുറുകെ പിടിക്കുന്നവരായി തീരണം എന്നാണ് യാക്കോബ് ശ്ലീഹ പറയുന്നത്. നമുക്കറിയാമല്ലോ, ഗലാത്യ ലേഖനത്തിൽ പൗലോസ് ശ്ലീഹ ഈ ഒരു പശ്ചാത്തലം മനസ്സിലാക്കിയാണ് പറയുന്നത്. എന്താണ് പറയുന്നത്? ഞങ്ങൾ നിങ്ങളെ പഠിപ്പിച്ച ഉപദേശത്തിന് വിരുദ്ധമായി വേറെ ആര് വന്ന് പറഞ്ഞാലും അത് ഉപദേശത്തിന് വിരുദ്ധമാണ് എന്ന് കരുതി അവരെ സഭയുടെ ഭാഗമാക്കി നിങ്ങൾ പരിഗണിക്കരുത് എന്ന് ഗലാത്യർ 1:8 നമ്മൾ വായിക്കുന്നുണ്ട്. അതെല്ലാ ഞായറാഴ്ചയും പാടിയതിന് ശേഷമാണ് പൗലോസ് ശ്ലീഹ എഴുതിയ ലേഖനങ്ങൾ നമ്മൾ വായിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ പത്രോസിൻ്റെ 2-ാം ലേഖനം, യോഹന്നാൻ എഴുതിയ 1-2 ലേഖനം, യൂദായുടെ ലേഖനം, ഇതെല്ലാം ദുരുപദേശത്തെ ചെറുത്ത് തോൽപ്പിക്കുവാൻ പ്രോത്സാഹനം നൽകുന്ന ലേഖനങ്ങളാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും സമയം ലഭിക്കുന്നുവെങ്കിൽ യൂദായുടെ ഒരു കൊച്ചു പുസ്തകം ഒന്ന് വായിക്കണം. 25 വാക്യങ്ങൾ മാത്രമുള്ളൊരു പുസ്തകമാണ്. ദുരുപദേശകരെ, ആ കാലഘട്ടത്തിലെ ദുരുപദേശകരെ യൂദ അഡ്രസ്സ് ചെയ്യുന്ന വാക്കുകൾ ഗൗരവമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. യൂദായുടെ ലേഖനം അതിൻ്റെ 12ഉം 13ഉം വാക്യങ്ങൾ എന്താ പറയുന്നതെന്ന് അറിയാമോ? ദുരുപദേശകരെ കുറിച്ചാണ് പറയുന്നത്. ഇവർ നിങ്ങളുടെ സ്നേഹസദ്യകളിൽ മറഞ്ഞിരിക്കുന്ന പാറകളാണ് എന്നാണ് പറയുന്നത്. നിങ്ങളോടുകൂടെ വിരുന്ന് കഴിച്ച്, നിങ്ങളുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ച് നിങ്ങളുടെ വയറ് നിറഞ്ഞു കഴിഞ്ഞ് വീണ്ടും ഉരുട്ടി നിങ്ങളുടെ വയറ്റിൽ തരുന്നവരാണ് ആര്? ദുരുപദേശകർ എന്നാണ് പറയുന്നത്. കാറ്റുകൊണ്ട് ഓടുന്ന വെള്ളമില്ലാത്ത മേഘങ്ങളാണ് ദുരുപദേശകർ എന്നാണ് പറയുന്നത്. ഇല കൊഴിഞ്ഞും ഫലമില്ലാതെയും രണ്ടൊരു ചെത്തും വേരറ്റും പോയ വൃക്ഷങ്ങളാണ്. തങ്ങളുടെ നാണക്കേട് നുരച്ചു തള്ളുന്ന കൊടിയ കടൽത്തിരകളാണ്. സദാകാലത്തേക്കും അന്ധതമസ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന വക്രഗതിയുള്ള നക്ഷത്രങ്ങളാണ് എന്നാണ് പറയുന്നത്. നിങ്ങൾ ഓർത്തു നോക്കി, എത്ര കർക്കശമായ വാക്കുകൾ ഉപയോഗിച്ചാണ് യൂദാ ശ്ലീഹ ഏകദേശം 25 വാക്യങ്ങൾ മാത്രമുള്ള ഒരു ലേഖനം എഴുതിയപ്പോൾ ദുരുപദേശകരെ വിമർശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഓർത്തു നോക്കേണ്ട ഒരു കാര്യം, വളർച്ചയുടെ പന്താവിലായിരുന്ന ഒരു സഭയുടെ ആ വളർച്ചയുടെ ആ ദൃഢതയെ തകർക്കുന്ന രീതിയിൽ ദുരുപദേശങ്ങൾ വല്ലാതെ സഭയുടെ വിശ്വാസത്തിൻ്റെ അടിത്തറയെ ഇളക്കിയ ഒരു കാലഘട്ടമായിരുന്നു അത് എന്ന് നമ്മൾ ഓർക്കണം. അതുകൊണ്ട് ഈ ദുരുപദേശം ക്രൈസ്തവ സഭയുടെ വളർച്ചയ്ക്ക് വെല്ലുവിളികൾ ഉയർത്തിയ കാലഘട്ടത്തിൽ
അതിനോടുള്ള പ്രതിഷേധം അറിയിക്കുവാൻ, അതിനെ പ്രതിരോധിക്കുവാൻ പാഠങ്ങൾ നൽകുന്ന പുസ്തകങ്ങളാണ് പുതിയ നിയമത്തിൽ ചേർത്തിരിക്കുന്നത്. യാക്കോബ് ശ്ലീഹ കൃത്യമായിട്ട് പറയുന്നു, ദുരുപദേശകർ നിങ്ങളുടെ ഇടയിൽ നുഴഞ്ഞു കയറി നിങ്ങളുടെ വിശ്വാസ ജീവിതത്തിൽ നിങ്ങളെ അകറ്റിക്കളയുന്ന പുത്തൻ പ്രലോഭനങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ ഈ ദുരുപദേശത്തെ ചെറുത്ത് തോൽപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കണം. നിങ്ങൾ സത്യ ഉപദേശത്തിൻ്റെ പക്ഷത്ത് നിൽക്കണം. നിങ്ങൾ സത്യം മാത്രമേ പ്രചരിപ്പിക്കാവൂ എന്ന് പറയുന്നു. അതുകൊണ്ട് സത്യത്തിൻ്റെ പക്ഷത്ത് നിൽക്കുന്ന ക്രിസ്തുവിശ്വാസികൾ ജീവിക്കുമ്പോഴാണ് തീർച്ചയായിട്ടും ഒരു പൊതുസമൂഹം നമ്മുടെ നിലപാടും നമ്മുടെ ജീവിതത്തിൽ ഉയർത്തിപ്പിടിക്കുന്ന സത്യത്തിനു വേണ്ടിയുള്ള സത്യോപദേശത്തിനു വേണ്ടിയുള്ള നമ്മുടെ ആവേശവും കണ്ട് നമ്മുടെ വിശ്വസിക്കുന്ന കർത്താവിലേക്ക് കടന്നു വരികയുള്ളൂ എന്ന് കൃത്യമായി യാക്കോബ് ശ്ലീഹ പഠിപ്പിക്കുന്നുണ്ട് എന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് യാക്കോബ് ശ്ലീഹ പറയുന്നത്, ആരും വാക്കിൽ തെറ്റിപ്പോകാതിരിക്കുവാൻ ശ്രദ്ധിക്കണമെന്ന്. അതീവ ജാഗ്രതയോടുകൂടിയാണ് പറയുന്നത്. ആരും വാക്കിൽ തെറ്റിപ്പോകരുത്. നിങ്ങളുടെ നാവിൻ്റെ മേൽ സമ്പൂർണ്ണ നിയന്ത്രണം ഇട്ടുകൊള്ളണം. ദുരുപദേശകർ ചില ദുരുപദേശങ്ങൾ നിങ്ങളുടെ അരികിൽ കടന്നു വന്ന് പഠിപ്പിച്ചാൽ നിങ്ങൾ അത് കേട്ട് നിങ്ങളുടെ നാവിനെ വളച്ചൊടിച്ച് ആ ദുരുപദേശം പ്രചരിപ്പിക്കരുത് എന്നാണ് യാക്കോബ് ശ്ലീഹയുടെ ഭാഷ്യം. അതുകൊണ്ട് ഈ കാലഘട്ടത്തിലും ആരെങ്കിലും ദുരുപദേശം പറഞ്ഞുകൊണ്ട് നമ്മുടെ വീട്ടിൽ വന്നാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം അവരെ സന്തോഷത്തോടെ വീട്ടിൽ സ്വീകരിച്ചിരുത്തുക എന്നുള്ളതാണ്. എന്നിട്ട് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒരു നല്ല ചായ ഉണ്ടാക്കി കൊടുക്കുക. എന്നിട്ട് 25 വാക്യങ്ങളുള്ള യൂദാസ് ശ്ലീഹയുടെ ആ പുസ്തകം ഒന്ന് വായിച്ച് കേൾപ്പിക്കുക. വേറെ ഒന്നും പറയണ്ട. അത് കേട്ട് കഴിയുമ്പോൾ ദുരുപദേശകർ പോയിക്കളെ. മനസ്സിലായോ? വേറെ ഒന്നും നമ്മൾ ചെയ്യേണ്ട. അവരെ സന്തോഷത്തോടെ സ്വീകരിക്കുക, വീട്ടിലിരുത്തുക, ചായ കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? യൂദാസ് ശ്ലീഹ എഴുതിയ ആ 25 വാക്യങ്ങൾ മാത്രമുള്ള ലേഖനം വായിച്ചു കൊടുത്താൽ മതി. കൃത്യമായി ദുരുപദേശകരെ ഈ കാലഘട്ടത്തിലെ ക്രിസ്തു വിശ്വാസികൾ എങ്ങനെ പ്രതിരോധിക്കണമെന്നുള്ള പാഠങ്ങൾ കൃത്യമായി വേദപുസ്തകം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. അതുകൊണ്ട് വളർച്ചയുടെ പന്താവിലായ ക്രൈസ്തവ സഭയുടെ അടിത്തറ ഇളക്കുവാൻ ദുരുപദേശകർ ശ്രമിച്ചപ്പോൾ അതിനെ ചെറുത്തു തോൽപ്പിക്കുന്ന ശക്തമായ പാഠങ്ങൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് യൂദാസ് ശ്ലീഹ കൃത്യമായി നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. എന്താണെന്നറിയാമോ? ഒരു ചെറിയ അവയവമാണ് നാവ്. എന്നാൽ അതിനെ നിങ്ങൾ ശ്രദ്ധയോടുകൂടി ഉപയോഗിച്ചില്ലെങ്കിൽ അത് തൊടുത്തുവിടുന്ന വാക്കുകൾ ഒരു ദേശത്തിൽ കലാപം സൃഷ്ടിക്കുവാനിടയായിത്തീരും. ഒരു ചെറിയ തീപ്പൊരി കാടിനെ കത്തിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ എന്നാണ് യാക്കോബ് ശ്ലീഹ ചോദിക്കുന്നത്. അതുകൊണ്ട് ഒരു ചെറിയ തീപ്പൊരി ഒരു കാടിനെ കത്തിക്കുവാൻ ഉപയുക്തമാണെങ്കിൽ നിങ്ങൾ അലക്ഷ്യമായി തൊടുത്തുവിടുന്ന ഒരു അസത്യ വാക്കുകൾ, ഒരു ചെറിയ നുണപ്രചരണം ഒരു ദേശത്തിന് കലാപം സൃഷ്ടിക്കുവാനിടയായിത്തീരും എന്ന് പറയുന്നു. അതുകൊണ്ട് 3-ാം അധ്യായം 10-ാം വാക്യത്തിൽ യാക്കോബ് ശ്ലീഹ നമുക്കൊരു വാണിംഗ് തരുന്നുണ്ട്. എന്താണെന്നറിയാമോ? ഒരു വായിൽ നിന്ന് തന്നെ സ്തോത്രവും ശാപവും പറയുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു എന്നാണ്. ഇതൊരു മുന്നറിയിപ്പാണ്. ഒരു വായിൽ നിന്ന് തന്നെ സ്തോത്രം പറയുന്നു, അടുത്ത നിമിഷം നാവ് വളച്ചൊടിച്ച് അതേ നാവ് കൊണ്ട് തന്നെ ശാപവാക്കുകൾ പറയുന്നവരുടെ എണ്ണം പെരുകി വരുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു ദൈവമക്കളെ നമുക്കെന്ത് സാക്ഷ്യമാണ് പൊതുസമൂഹത്തിൽ ഉണ്ടാകുന്നത്? അതുകൊണ്ടാണ് ഗിരിപ്രഭാഷണത്തിൽ യേശു കർത്താവ് പഠിപ്പിച്ചത്, നിന്റെ ഉവ്വ് ഉവ്വ് എന്നും നിന്റെ ഇല്ല ഇല്ല എന്നുമായിരിക്കട്ടെ. യുവർ യെസ് ഷുഡ് ബി യെസ്, യുവർ നോ ഷുഡ് ബി നോ. അതായിരിക്കട്ടെ. അതുകൊണ്ട് നമ്മുടെ വാക്കുകൾ സാക്ഷ്യത്തിൻ്റെ വാക്കുകളായി മാറണം. നമ്മുടെ വാക്കുകൾ മാറ്റി മാറ്റി ഉപയോഗിക്കുന്നത് നമ്മുടെ സാക്ഷ്യത്തെ വിലമതിച്ച സമൂഹത്തിൽ കാണും എന്നുള്ളത് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, സത്യ ഉപദേശത്തിൽ ഉറച്ചു നിൽക്കുവാൻ, സത്യ ഉപദേശം പ്രചരിപ്പിക്കുന്നവരായി മാത്രം നിങ്ങൾ തീരുമ്പോഴാണ് ഈ കാലഘട്ടത്തിൽ സാക്ഷ്യത്തിൻ്റെ ഇടങ്ങൾ സൃഷ്ടിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നത് എന്ന് പറയുകയാണ്. അതുകൊണ്ട് ചഞ്ചലപ്പെട്ട് നിൽക്കുന്നവരോട് യാക്കോബ് ശ്ലീഹ നൽകുന്ന മുന്നറിയിപ്പ് എന്താണെന്നറിയാമോ? യാക്കോബിൻ്റെ 1-ാം അധ്യായം 6-ാം വാക്യത്തിൽ പറയുന്നു, സംശയിക്കുന്നവർ കാറ്റടിച്ച് അലയുന്ന തിരക്ക് സമർ എന്നാണ് പറയുന്നത്. അത് ഈ യൂദാസ് ശ്ലീഹ ഈ ദുരുപദേശകരെ വിമർശിക്കുന്ന അതേ വാക്കുകൾ തന്നെയാണ് യാക്കോബ് ശ്ലീഹ ഉപയോഗിച്ചിരിക്കുന്നത്. സംശയിക്കുന്നവർ കാറ്റടിച്ച് അലയുന്ന തിരക്ക് സമൻ. 1:8 പറയുന്നു, ഇരുമനസ്സുള്ള മനുഷ്യൻ തൻ്റെ വഴികളിലൊക്കെയും അസ്ഥിരൻ എന്നാണ് യാക്കോബ് ശ്ലീഹ പറയുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ വാക്ക് സാക്ഷ്യവുമായി ബന്ധപ്പെട്ടതാണ്. നമ്മൾ തൊടുത്തുവിടുന്ന ഒരു ചെറിയ വാക്കുകൾ പോലും നമ്മുടെ സാക്ഷ്യവുമായി ബന്ധപ്പെട്ടതാണ് എന്ന് ഗൗരവമായി കണ്ടുകൊണ്ട് ഒരു പുതിയ വർഷം സത്യത്തിൻ്റെ വാക്കുകൾ മാത്രം പങ്കുവയ്ക്കുന്നവരായി തീരുവാൻ നമുക്ക് സാധിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കെല്ലാവർക്കും അറിയാം, ഇതൊരു സത്യാനന്തര കാലമാണല്ലോ. സത്യാനന്തര കാലം. അസത്യങ്ങൾ രൂപപ്പെടുത്തുകയും അത് പ്രചരിപ്പിക്കുകയും അങ്ങനെ പ്രചരിപ്പിച്ച് അർത്ഥസത്യങ്ങൾ ഒരു പൊതുസമൂഹത്തിൻ്റെ മുഴുവൻ ഒരു തീരുമാനത്തിൻ്റെ ഭാഗമാക്കി മാറ്റുകയും ചെയ്യുന്ന സത്യാനന്തര കാലഘട്ടത്തിൽ പൊതുസമൂഹത്തിൽ ക്രിസ്തു വിശ്വാസികൾക്ക് ഒരു കാലത്തുണ്ടായിരുന്ന പദവി എന്തായിരുന്നറിയാമോ? സത്യക്രിസ്ത്യാനികൾ എന്നുള്ളതായിരുന്നു. അല്ലേ?
സത്യക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത് ഒരു പൊതുസമൂഹത്തിൽ നമുക്കുണ്ടായിരുന്ന അഭിമാനകരമായ സ്ഥാനമായിരുന്നു. ഇന്നൊരു ക്രിസ്ത്യാനിയെ കണ്ടിട്ട് ഈ പൊതുസമൂഹത്തിൽ ആരെങ്കിലും ആ ഒരു വിശേഷണം നമുക്ക് തരുമോ? സത്യക്രിസ്ത്യാനികൾ എന്നുള്ളത്. യേശു കർത്താവ് സത്യത്തിൻ്റെ ആൾരൂപമായിരുന്നു എന്ന് സുവിശേഷം നമ്മൾ പഠിപ്പിക്കുന്നു. യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് വർണ്ണിക്കുന്നിടത്ത് യോഹന്നാൻ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നു, സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടേയിരുന്നു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകും. എങ്ങനെയാണ് പ്രിയമുള്ളവരെ ഈ കാലഘട്ടത്തിൽ യേശു കർത്താവിനെ ഈ പൊതുസമൂഹത്തിൽ പരിചയപ്പെടുത്തി കൊടുക്കുവാൻ സാധിക്കുന്നത്? അത് സത്യം സംസാരിക്കുന്നതിലൂടെയാണ്, സത്യ ഉപദേശത്തിൻ്റെ പക്ഷത്ത് നിൽക്കുന്നതിലൂടെയാണ്. അസത്യ വാക്കുകൾ ഞാൻ എൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുവിക്കുകയില്ലെന്നും അസത്യ വാർത്തകൾ പ്രചരിപ്പിക്കുകയില്ലെന്നും തീരുമാനമെടുക്കുന്നതിലൂടെയാണ്. അങ്ങനെയെങ്കിൽ ഈ കാലഘട്ടത്തിൽ സാക്ഷ്യം സാധ്യമായി തീരുന്നത് സത്യോപദേശത്തിൻ്റെ പ്രചാരകരും പ്രയോക്താക്കളുമായി മാറുന്നതിലൂടെയാണ് എന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ട് 2025 വർഷം നമ്മെ സംബന്ധിച്ച് സത്യോപദേശത്തിൽ അടിയുറച്ചു നിൽക്കുന്ന വർഷമായി തീർന്നു. ദുരുപദേശം 1-ാം നൂറ്റാണ്ടിനേക്കാൾ ശക്തിപ്പെട്ടു വരുന്ന ഈ കാലഘട്ടത്തിൽ ദുരുപദേശത്തെ ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ ചെറുത്തു തോൽപ്പിക്കുന്ന സർഗാത്മകമായ തീരുമാനങ്ങൾ എടുക്കുവാൻ കഴിവുള്ളവരുടെ സംഘമായി ക്രിസ്തുവിശ്വാസികൾ മാറണം എന്നീ വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. എൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും അസത്യ വാർത്തകൾ പ്രചരിപ്പിക്കുകയില്ല എന്നൊരു തീരുമാനമെടുത്ത് അത് ആവിഷ്കരിക്കുവാൻ ദൈവം നൽകിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വർഷമാണിത്. തീരുമാനമെടുക്കുവാൻ ധൈര്യമുണ്ടോ എന്ന് ഈ കൺവെൻഷൻ്റെ ആദ്യ ദിനം ഈ വേദഭാഗം നമ്മളോട് ചോദിക്കുകയാണ്. അതുകൊണ്ട് വിശ്വാസത്തിൻ്റെ സംവേദനം ഈ കാലഘട്ടത്തിൽ നടക്കണമെങ്കിൽ, സാക്ഷ്യം ഈ കാലഘട്ടത്തിൽ യാഥാർത്ഥ്യമായി തീരണമെങ്കിൽ സത്യക്രിസ്ത്യാനികൾ എന്നുള്ള പദവി നമ്മൾ തിരികെ പിടിച്ചേ മതിയാകുകയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ആ ഒരു പദവിക്ക് കോട്ടം സംഭവിക്കുന്ന ഒരു പ്രവർത്തനങ്ങളിലും ഈ കാലഘട്ടത്തിൽ ദൈവമക്കൾ പങ്കാളികളാകരുതേ എന്ന് യാക്കോബ് ശ്ലീഹയുടെ സന്ദേശം കൂട്ടുപിടിച്ച് വളരെ വിനയാന്വിതനായി ഞാൻ നിങ്ങളോട് പറയുകയാണ്. എൻ്റെ സമയം തീർന്നു വരികയാണ്. 2 കാര്യങ്ങളാണ് ഈ കാലഘട്ടത്തിൽ സാക്ഷ്യം നിർവഹിക്കണമെങ്കിൽ നമ്മൾ ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞത്. 1, നമ്മുടെ വിശ്വാസത്തെ പ്രവർത്തനത്തിലൂടെ ആവിഷ്കരിക്കുക. 2, നമ്മൾ സത്യവിശ്വാസത്തിൻ്റെ പ്രചാരകരും പ്രയോക്താക്കളുമായി മാറുക. 3, ഈ കാലഘട്ടത്തിൽ ഒരു പൊതുസമൂഹത്തിൽ സാക്ഷ്യം നിർവഹിക്കണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട 3-ാമത്തെ കാര്യം യാക്കോബ് ശ്ലീഹ പഠിപ്പിക്കുന്നത് ഒരു സമത്വാധിഷ്ഠിത സമൂഹ നിർമ്മിതിയിൽ ക്രിസ്തുവിശ്വാസികൾ പങ്കാളികൾ ആകണം എന്നുള്ളതാണ്. ക്രൈസ്തവ സഭ ആദ്യ നൂറ്റാണ്ടിൽ അഭിമുഖീകരിച്ച ഒരു പ്രശ്നം, അതാണ് യാക്കോബ് ശ്ലീഹ തൻ്റെ ലേഖനത്തിൽ അഡ്രസ്സ് ചെയ്യുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം. ഒന്നും ദുരുപദേശമായിരുന്നു എന്ന് പറഞ്ഞു, അതിൻ്റെ വിശദീകരണം ഞാൻ നൽകിക്കഴിഞ്ഞു. മറ്റൊരു ചെറിയ പ്രശ്നം, നമുക്കറിയാം സഭയ്ക്ക് ബാഹ്യമായ ഒത്തിരി പ്രശ്നങ്ങളെ നേരിടേണ്ടി വരുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, റോമൻ സാമ്രാജ്യത്തിൽ നിന്ന് യഹൂദ മതത്തിൽ നിന്നൊക്കെ ഒത്തിരി പ്രശ്നങ്ങളെ നേരിടേണ്ടി വരുന്നുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ ചെറിയ സംഘം, ഒരു ചെറിയ കമ്മ്യൂണിറ്റി, ഒരു മൈനോറിറ്റി കമ്മ്യൂണിറ്റി, അവർ തമ്മിലുള്ള ബന്ധം ദൃഢമായെങ്കിൽ മാത്രമേ പുറമേ നിന്നുള്ള പ്രശ്നങ്ങളെ നമുക്ക് അതിജീവിക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ഇടയിൽ ധ്രുവീകരണം ഉണ്ടായാലോ, നമ്മൾ വിഭിന്ന ചേരിയിൽ നിന്നാലോ നമുക്കൊരിക്കലും ബാഹ്യമായ പ്രശ്നങ്ങളെ അതിജീവിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് സഭയ്ക്കുള്ളിൽ സമവായത്തിൻ്റെ അനുഭവം ഉണ്ടാകണമെന്നും സഭകൾക്കുള്ളിൽ സംഘബോധം നിലനിൽക്കണമെന്നും സാഹോദര്യത്തിൻ്റെ മകുടമായ ആവിഷ്കാരം സഭയ്ക്കുള്ളിൽ ഉണ്ടാകണമെന്നും യാക്കോബ് ശ്ലീഹ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട് എന്ന് കാണാൻ സാധിക്കും. ആ കാലഘട്ടത്തിൽ സഭയിലുണ്ടായിരുന്ന ഒരു കൊച്ചു പ്രശ്നം, ഈ ചിതറിപ്പാർക്കുന്ന ഇടങ്ങളെല്ലാം വ്യാവസായിക വാണിജ്യ പ്രാധാന്യമുള്ള പട്ടണങ്ങളായിരുന്നു, പ്രത്യേകിച്ച് ഏഷ്യ മൈനറിലെ പട്ടണങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ ഈ സഭയിൽ സമ്പന്നരായ അനേകരുണ്ടായിരുന്നു. എന്നാൽ അതേപോലെ തന്നെ സാധാരണ ജീവിത പരിസരങ്ങളിൽ ജോലി ചെയ്യുന്ന സാധാരണക്കാരുമുണ്ടായിരുന്നു എന്ന് നമുക്കറിയാം. അതുകൊണ്ട് ആദ്യ നാളുകൾ സഭയിൽ ഉണ്ടായിരുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ സമ്പന്നരും ദരിദ്രരും തമ്മിലുള്ള ധ്രുവീകരണം വളരെ ശക്തിപ്പെട്ട ഒരു കാലഘട്ടമായിരുന്നു. അത് ഇന്നുമുണ്ട്, അന്നുമുണ്ടായിരുന്നു എന്ന് പുതിയ നിയമ പുസ്തകങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് സഭയ്ക്ക് പുറമേ നിന്നുള്ള പ്രശ്നങ്ങളെ കൺഫ്രണ്ട് ചെയ്യണമെങ്കിൽ, ചെറുത്തു തോൽപ്പിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹത്തിൻ്റെ, സൗഹാർദ്ദത്തിൻ്റെ, കൂട്ടായ്മയുടെ, സംഘബോധത്തിൻ്റെ ഒക്കെ ആവിഷ്കാരമുണ്ടായെങ്കിലേ സാധിക്കുകയുള്ളൂ എന്ന് യാക്കോബ് ശ്ലീഹ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് സമ്പന്ന ദരിദ്ര വേർതിരിവില്ലാത്ത സമഭാവനയോടുകൂടി കാണുന്ന, സംഘബോധത്തോടുകൂടി ജീവിക്കുന്ന ഒരു സഭയെക്കുറിച്ചുള്ള സ്വപ്നമാണ് ഈ കാര്യങ്ങൾ പറയുവാൻ യാക്കോബ് ശ്ലീഹയെ പ്രേരിപ്പിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും. നിങ്ങൾ കൊരിന്ത്യ ലേഖനം വായിച്ചിട്ടുണ്ടല്ലോ. കൊരിന്ത്യ ലേഖനത്തിൽ അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് അതിൻ്റെ 10-11 അധ്യായങ്ങളിൽ വളരെ നൊമ്പരത്തോടുകൂടി നമ്മളോട് പറയുന്നൊരു സന്ദേശമുണ്ട്. ആ സന്ദേശം പറയുന്നത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അവർ കർത്തൃമേശയിൽ ഒരുമിച്ച് കടന്നു വരുമ്പോഴും എന്ത് സംഭവിക്കുമെന്നറിയാമോ?
സമ്പന്ന ദരിദ്ര വേർതിരിവുണ്ടാക്കുന്നു എന്നുള്ളതാണ് പൗലോസിനെ വളരെ അസ്വസ്ഥമാക്കിയത്. അവർ ഒരുമിച്ച് ഏറ്റവും വലിയ കൂട്ടായ്മയുടെ അനുഭവമാണ്. ഒരേ കാസയിൽ നിന്നും ഒരേ പീലാസയിൽ നിന്നും അപ്പവീഞ്ഞുകൾ സ്വീകരിക്കുവാൻ വേണ്ടി കടന്നു വന്നിരിക്കുന്നവരാണ്. എന്നാൽ കർത്തൃമേശയിൽ ഐക്യത്തിൻ്റെയും അനുരഞ്ജനത്തിൻ്റെയും ഏറ്റവും ഊഷ്മളമായ ഇടത്ത് കർത്തൃമേശയിൽ കടന്നു വരുമ്പോഴും സമ്പന്ന ദരിദ്ര ധ്രുവീകരണം ഉണ്ടായിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ എന്ത് കൃത്യമായിട്ടാണ് പൗലോസ് ശ്ലീഹ പറയുന്നത്? നിങ്ങൾ അയോഗ്യമായി കർത്തൃമേശയിൽ സംബന്ധിച്ചാൽ നിങ്ങൾ ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും അത്രേ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് വേർതിരിവുകളില്ലാത്ത സമഭാവനയിൽ നിലനിൽക്കുന്ന സംഘബോധത്തോടുകൂടി ജീവിക്കുന്ന കൂട്ടായ്മയുടെ അർത്ഥതലങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും അനുഭവവേദ്യമാക്കി തീർക്കുന്ന തുല്യരുടെ ഒരു സംഘമായി സഭ മാറണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് യാക്കോബ് ശ്ലീഹ പറയുന്നു, അവരോട് പറയുകയാണ്, നിങ്ങളുടെ പള്ളിയിൽ വളരെ പ്രായോഗികമായിട്ട് പറയുകയാണ്, മോടിയുള്ള വസ്ത്രം ധരിച്ച ഒരാൾ വന്നാൽ, മുഷിഞ്ഞ വസ്ത്രം ധരിച്ച ഒരാൾ വന്നാൽ എന്താണ് നിങ്ങളുടെ സമീപനം? 2-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ യാക്കോബ് ശ്ലീഹ ഈ ചോദ്യം നമ്മളോട് ചോദിക്കുകയാണ്. മോടിയുള്ള വസ്ത്രം ധരിച്ച ഒരാൾ വന്നാൽ സുഖേന ഇവിടെ ഇരുന്നാലും എന്ന് പറഞ്ഞ് നിങ്ങൾ സീറ്റ് കൊടുക്കും. എന്നാൽ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച ഒരാൾ വന്നാൽ മാറി നിൽക്ക, അല്ലെങ്കിൽ ഇവിടെ നിൽക്ക, അല്ലെങ്കിൽ മാറി ഈ വശത്ത് പാദപീഠത്തെങ്കിൽ ഇരിക്കുക എന്ന് നിങ്ങൾ പറയും. അതുകൊണ്ട് കണ്ടോ, വേഷങ്ങൾ പോലും വേർതിരിവിൻ്റെ അനുഭവങ്ങളായി മാറുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തെ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് യാക്കോബ് ശ്ലീഹ പറയുന്നത്, മുഷിഞ്ഞ വസ്ത്രം ധരിച്ച ഒരാൾ വന്നാലും അല്പം വില കൂടിയ മോടിയുള്ള വസ്ത്രം ധരിച്ച ഒരാൾ വന്നാലും എന്താണ് നിങ്ങളുടെ സമീപനം എന്ന് പറഞ്ഞ് അവരെ വെല്ലുവിളിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ പങ്കുവെക്കാതെ ശേഖരിക്കുന്ന ധനം ദ്രവിച്ചു പോകും എന്ന് യാക്കോബ് ശ്ലീഹ പറയുകയാണ്. ഉടുപ്പ് നിങ്ങൾ ശേഖരിച്ചു വെച്ചിട്ടുണ്ടല്ലോ അലമാരിക്കുള്ളിൽ, അത് പുഴുവരിച്ചു പോകും എന്നുള്ള വാണിംഗ് യാക്കോബ് ശ്ലീഹ പറയുകയാണ്. 5-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങളുടെ നിലങ്ങളെ കൊയ്തവരുടെ കൂലി നിങ്ങൾ പിടിച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ നിലങ്ങളെ കൊയ്തവരുടെ കൂലി നിങ്ങൾ പിടിച്ചു വെച്ചിട്ടുണ്ട്. ഈ കൊയ്ത വേലക്കാരുടെ നിലവിളി നിങ്ങളുടെ സന്നിധിയിൽ നിന്നും ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു, നീതിമാനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു എന്നാണ് പറഞ്ഞവരെ വിമർശിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, സഭയ്ക്കുള്ളിൽ വേർതിരിവുണ്ടാകാൻ പാടില്ല. സമ്പത്തിൻ്റെ പേരിൽ വേർതിരിവുണ്ടാകാൻ പാടില്ല. വിദ്യാഭ്യാസത്തിൻ്റെ പേരിൽ വേർതിരിവുണ്ടാകാൻ പാടില്ല. ഉള്ളവനും ഇല്ലാത്തവനും, വിദ്യാസമ്പന്നനും വിദ്യാവിഹീനനും എന്നുള്ള വേർതിരിവുണ്ടാകാൻ പാടില്ല. അതുകൊണ്ടാണ് ആദിമസഭ വളരെ പ്രത്യയശാസ്ത്രമായി നമ്മുടെ മുമ്പിൽ വെച്ച ആശയം, ചർച്ച് ഈസ് എ കമ്മ്യൂണിറ്റി ഓഫ് ഈക്വൽസ്. സഭ തുല്യരുടെ ഒരു സംഘമാണ്. അതുകൊണ്ട് നമ്മുടെ ഉള്ളിലുള്ള സ്നേഹവും സൗഹാർദ്ദവും സംഘബോധവും കൂട്ടായ്മയും ഈ ഒരു പൊതുസമൂഹത്തിന് മുമ്പിൽ മാതൃകയായി തീരണം എന്നുള്ളതാണ് ആര് പറഞ്ഞെന്നറിയാമോ? യാക്കോബ് ശ്ലീഹ പറഞ്ഞു. പ്രിയമുള്ളവരെ, നമ്മുടെ ഇടയിലെ കൂട്ടായ്മ, നമ്മുടെ ഇടയിലെ കരുതൽ, നമ്മുടെ സംഘബോധം, നമ്മൾ സഹോദരന്മാരെ കാണുന്നത്, സഹവിശ്വാസികളെ കാണുന്നത്, സംഘബോധത്തോടെ ഇടപെടുന്നത് ഒരു പൊതുസമൂഹത്തിന് മാതൃകയായി തീരുന്നുണ്ടോ എന്ന് ഗൗരവമായി നമ്മൾ വിലയിരുത്തേണ്ട ഒരു കാലഘട്ടമാണ്. അല്ലെങ്കിൽ സമ്പത്തിൻ്റെ പേരിൽ നമ്മൾ സൃഷ്ടിക്കുന്ന വേർതിരിവ് നിമിഷങ്ങൾക്കുള്ളിൽ നഷ്ടപ്പെട്ടു പോകും എന്ന് യാക്കോബ് വാണിങ്ങി തരുന്നുണ്ട്. പുല്ല് വളരെ മനോഹരമാണ്, യാക്കോബ് ശ്ലീഹ പറയുകയാണ്, പുല്ല് വളരെ മനോഹരമാണ്, പക്ഷേ അത് വാടിപ്പോകും. പൂവ് വളരെ ഭംഗിയുള്ളതാണ്, സൗന്ദര്യം പരത്തുന്നതാണ്, സുഗന്ധം പരിലസിക്കുവാൻ സഹായിക്കുന്നതാണ്, പക്ഷേ പൂവ് ഉതിർന്നു പോകും. ഇതുപോലെ സമ്പത്ത് ഉതിർന്നു പോകും. എന്നാൽ എന്നേക്കും നിലനിൽക്കുന്നത് ഇതിൻ്റെ വെളിച്ചത്തിൽ പത്രോസ് ശ്ലീഹ പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ വചനമാണ്. പുല്ല് ഉതിർന്ന പൂവ് വാടിപ്പോകും, എന്നാൽ എന്നേക്കും നിലനിൽക്കുന്ന ദൈവത്തിൻ്റെ വചനം മുറുകെ പിടിക്കാൻ സാധിക്കുമോ എന്ന് ചോദിക്കണം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഒരു നല്ല സമൂഹമായി സഭയ്ക്ക് മാറാൻ സാധിക്കുമ്പോഴാണ് പരസ്പരം ആദരിക്കുന്ന, പരസ്പരം കരുതുന്ന, സംഘബോധത്തിൽ നിലനിൽക്കുന്ന, കൂട്ടായ്മ ആചരിക്കുന്ന ഒരു തുല്യരുടെ സംഘമായി സഭയ്ക്ക് നിൽക്കാൻ സാധിക്കുമ്പോഴാണ് പൊതുസമൂഹത്തിൽ ഇതര മതങ്ങളുടെയും സംസ്കാരങ്ങളുടെയും മധ്യത്തിൽ നമ്മളൊരു സാക്ഷ്യത്തിൻ്റെ വിഷയമായി മാറുന്നത് എന്ന് യാക്കോബ് ശ്ലീഹ പറയും. അതുകൊണ്ട് പൊതുസമൂഹത്തിൽ നമ്മുടെ കൂട്ടായ്മ കണ്ടിട്ട്, നമ്മുടെ സംഘബോധം കണ്ടിട്ട്, നമ്മുടെ കരുതൽ കണ്ടിട്ട്, വേർതിരിവുകളില്ലാത്ത സമഭാവനയോടുകൂടിയുള്ള നമ്മുടെ നിലപാടുകൾ കണ്ടിട്ട് അനേകർ യേശു കർത്താവിലേക്കും ഈ സഭയുടെ സ്നേഹത്തിൻ്റെ കൂട്ടായ്മയിലേക്കും കടന്നു വരണം എന്നാണ് പറയുന്നത്. മനസ്സിലായോ? അതുകൊണ്ട് നമ്മുടെ ഇടയിലെ നിലപാടുകൾ കണ്ടിട്ട് മറ്റുള്ളവർ ഈ കൂട്ടായ്മയിലേക്ക് കടന്നു വരണം. മറ്റുള്ളവർക്ക് കടന്നു വരത്തക്ക രീതിയിൽ ഒരു കൂട്ടായ്മയുടെ അർത്ഥതലങ്ങൾ ആവിഷ്കരിക്കുന്ന ഇടങ്ങളായി നമ്മൾ തീർന്നിട്ടുണ്ടോ എന്നീ വേദഭാഗം നമ്മളെ വെല്ലുവിളിക്കുന്നുണ്ട്. നമ്മുടെ അഭിമന്യ തിരുമേനിമാർ ഈ അടുത്ത കാലഘട്ടത്തിലാണ് കത്തോലിക്ക സഭയിലെ ഫ്രാൻസിസ് മാർപ്പാപ്പയെ കാണാൻ വേണ്ടി പോയത്. ഫ്രാൻസിസ് മാർപ്പാപ്പ എപ്പോഴും മുമ്പോട്ട് വെക്കുന്ന ഒരു സന്ദേശം എന്ന് പറയുന്നത് സഭയ്ക്കുള്ളിൽ ഈ സമത്വവും സംഘബോധവും നിലനിൽക്കണം എന്നുള്ളതാണ്. അത് കേവലം പറയുകയല്ല, നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തൻ്റെ ജീവിതത്തിലൂടെ അദ്ദേഹം ആവിഷ്കരിക്കുകയാണ്.
അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ വായിച്ചപ്പോൾ മനസ്സിലാക്കിയ പ്രധാനപ്പെട്ട കാര്യം, പാവങ്ങളുടെ ഇടയനായി ജീവിച്ച ഫ്രാൻസിസ്, അസീസിയിലെ ഫ്രാൻസിസിൻ്റെ പേരാണ് അദ്ദേഹം സ്വീകരിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അസീസിയിലെ ഫ്രാൻസിസിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുള്ളൂ, പാവങ്ങളുടെ ഇടയനായിരുന്നു. അങ്ങനെ പാവങ്ങളുടെ ഇടയനായ അസീസിയിലെ ഫ്രാൻസിസിൻ്റെ പേരാണ് അദ്ദേഹം സ്വീകരിച്ചത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ വായിച്ചത്, ഇദ്ദേഹം മാർപ്പാപ്പ ആകുന്നതിന് ഏകദേശം 8 വർഷം മുമ്പ് നടന്ന ഇലക്ഷനിൽ അതിൻ്റെ അവസാന ഘട്ടത്തോളം ഈ ഫ്രാൻസിസ് മാർപ്പാപ്പ 4ാം റൗണ്ട് വരെ മുമ്പിൽ നിന്ന ആളാണ്. എന്നാൽ അവസാനം അദ്ദേഹം പിന്മാറിയപ്പോഴാണ് ബെനഡിക്ട് 16 അന്നത്തെ മാർപ്പാപ്പയായത് എന്നുള്ളത് എന്നെ വിസ്മയിപ്പിച്ച കാര്യമാണ്. അദ്ദേഹത്തെ അതിനുശേഷം 8 വർഷം കഴിഞ്ഞാണ് ഇദ്ദേഹം മാർപ്പാപ്പയായി മാറുന്നത്. അദ്ദേഹത്തെ തെരഞ്ഞെടുത്ത ആ ഒരു കർദിനാൾമാരുടെ മീറ്റിംഗ്, ഒരു കോൺക്ലേവ് ഒക്കെ കഴിഞ്ഞ് അദ്ദേഹത്തെ കൊണ്ടുപോകാൻ വേണ്ടി വത്തിക്കാനിൽ നിന്ന് പ്രധാനപ്പെട്ട വാഹനം വന്നപ്പോൾ ഈ ഫ്രാൻസിസ് മാർപ്പാപ്പ ചെയ്തത് എന്താണെന്നറിയാമോ? തന്നെ കൊണ്ടുപോകാൻ വേണ്ടി വന്ന ഔദ്യോഗിക വാഹനത്തിൽ സഞ്ചരിക്കാതെ അദ്ദേഹം എന്ത് ചെയ്തെന്നറിയാമോ? കർദിനാൾമാർ പോകുന്ന ബസ്സിൽ, കോമൺ ബസ്സിലാണ് അദ്ദേഹം യാത്ര ചെയ്തത്. അതും എല്ലാ കർദിനാൾമാരെയും കൊണ്ടുപോയതിന് ശേഷം അവസാനമായി ഇലക്ഷൻ നടന്ന കോൺക്ലേവിൻ്റെ അവിടെ അവസാനിച്ച അവസാനത്തെ കർദിനാൾമാരെ കൊണ്ടുവരുവാൻ വന്ന വാഹനത്തിലാണ് അദ്ദേഹം യാത്ര ചെയ്ത് വത്തിക്കാനിലെത്തിയത് എന്നുള്ളതാണ് എനിക്ക് വായിക്കാൻ സാധിച്ചത്. എന്നെ വിസ്മയിപ്പിച്ച മറ്റൊരു കാര്യം, ഇദ്ദേഹത്തെ സ്വീകരിക്കുവാൻ വേണ്ടി ലക്ഷക്കണക്കിന് ആൾക്കാർ വത്തിക്കാനിൽ തടിച്ചുകൂടി നിൽക്കുകയാണ്. എല്ലാവരും ആ കിളിവാതിൽ തുറന്ന് കൈകൾ ഉയർത്തി മാർപ്പാപ്പ എല്ലാവരെയും ആശീർവദിക്കുമെന്ന് കരുതി കാത്തിരുന്നപ്പോൾ ആ കിളിവാതിൽ തുറന്ന് മാർപ്പാപ്പ പുറം ലോകത്തോട് പറഞ്ഞ ആദ്യത്തെ വാക്കുകൾ എന്താണെന്നറിയാമോ? ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുവാൻ കൈ ഉയർത്തുന്നതിന് മുമ്പ് നിൽക്കുന്ന സ്ഥലങ്ങളിൽ നിങ്ങളെല്ലാവരും കൈ ഉയർത്തി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നാണ് പറഞ്ഞത്. ഇത് സമത്വത്തിൻ്റെയും സമഭാവനയുടെയും സംഘബോധത്തിൻ്റെയും പ്രസംഗമല്ല, ജീവിതമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് ഇത് ജീവിച്ച് കാണിക്കാൻ സഭയിലൂടെ സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത്തരത്തിലുള്ള മാതൃകകൾ ഈ കാലഘട്ടത്തിൽ സഭയ്ക്ക്, ഈ പൊതുസമൂഹത്തിന് മുമ്പിൽ അവശേഷിപ്പിക്കുവാൻ സാധിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതവും നമ്മുടെ മാതൃകയും കണ്ട് അനേകരാരിലേക്ക് കടന്നു വരുന്നത്, ക്രിസ്തു വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നത്. അതുകൊണ്ട് പ്രസംഗത്തിൻ്റെ കാലം കഴിഞ്ഞു, ഇനിയും പ്രയോഗത്തിൻ്റെ കാലമാണ്, ആവിഷ്കാരത്തിൻ്റെ കാലമാണ്. അതുകൊണ്ട് നമ്മളുടെ ജീവിതത്തിലെ നിലപാടുകൾ, നമ്മുടെ മൂല്യങ്ങൾ കൊച്ചു കൊച്ചു നിലപാടുകളിലൂടെ ആവിഷ്കരിച്ച് കാണിച്ച് അനേകരെ യേശു കർത്താവിലേക്ക് ആനയിക്കുവാൻ സാധിച്ചാൽ നമ്മുടെ കൂട്ടായ്മകൾ കൂടിവരവുകൾ ഏറ്റവും അർത്ഥപൂർണ്ണമായി തീരും. 5 മിനിറ്റാണ് അവശേഷിക്കുന്നത്. അവസാനമായി ഒറ്റ കാര്യം കൂടെ യാക്കോബ് ശ്ലീഹ പറയുന്നുണ്ട്. അത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. നിങ്ങൾക്ക് പൊതുസമൂഹത്തിൽ സാക്ഷ്യം നിർവഹിക്കണോ? ഏറ്റവും നല്ലൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, പൊതുസമൂഹത്തിൻ്റെ അനുദിന ജീവിത പ്രശ്നങ്ങളിൽ നിങ്ങൾ പങ്കാളികളാകുക എന്നുള്ളതാണ്. അതുകൊണ്ട് സാക്ഷ്യം നിർവഹിക്കണമെങ്കിൽ യാക്കോബ് ശ്ലീഹ പറയുകയാണ്, സൗഖ്യദായക ശുശ്രൂഷയിൽ നിങ്ങൾ പങ്കാളികളാകണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ജീർണത അനുഭവിക്കുന്ന ഒരു സമൂഹത്തിൽ, രോഗാതുരമായിരിക്കുന്ന ഒരു സമൂഹത്തിൽ ചില സൗഖ്യത്തിൻ്റെ ഇടപെടൽ നടത്തുന്നതിലൂടെ മാത്രമേ 1-ാം നൂറ്റാണ്ടിലെ സഭയോട് പറയുകയാണ്, നിങ്ങൾക്ക് സാക്ഷ്യത്തിൻ്റെ നിദർശനങ്ങളായി, ആവിഷ്കാരങ്ങളായി മാറുവാൻ സാധിക്കുകയുള്ളൂ. അതിന് 3 കൊച്ചു പാഠങ്ങൾ യാക്കോബ് ശ്ലീഹ പറയുന്നു. 1, നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാമോ? സഹിഷ്ണുതയോടെ പൊതുസമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. എന്താ ചെയ്യേണ്ടത്? സഹിഷ്ണുതയോടെ നിങ്ങൾ പ്രാർത്ഥിക്കണം. അതിന് ഉദാഹരണങ്ങൾ പറയുന്നു. ഇയ്യോബ് പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കണം. മറ്റൊരു ഉദാഹരണം പറയുന്നു, ഏലിയാവ് പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കണം. എന്ത് സഹിഷ്ണുതയോടുകൂടിയാണ് ഇയ്യോബ് പ്രാർത്ഥിച്ചത്? പ്രാർത്ഥിച്ചാൽ ഉടനെ മറുപടി ലഭിക്കണമെന്നുള്ള ആഗ്രഹത്തോടെയല്ല, മറിച്ച് താൻ ആരോട് പ്രാർത്ഥിക്കുന്നുവോ അവൻ പ്രാർത്ഥന കേട്ട് തനിക്ക് സൗഖ്യം അയക്കും എന്നുള്ള ഉറപ്പോടെ സഹിഷ്ണുതയോടെ ഒരു ദേശത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കുമോ എന്നാണ് യാക്കോബ് ശ്ലീഹ ചോദിക്കുന്നത്. ഏലിയാവ് ഒരു ദേശത്ത് മഴ പെയ്യാതിരിക്കുവാൻ വേണ്ടി പ്രാർത്ഥിച്ചു. 3.5 വർഷം മഴ പെയ്തില്ല. അതിനുശേഷം മഴ പെയ്യാൻ വേണ്ടി പ്രാർത്ഥിച്ചു. അതുകൊണ്ട് വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് സഹിഷ്ണുതയോടുകൂടി ഒരു പൊതുസമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സഭയ്ക്ക് മാത്രമേ സാക്ഷ്യം ഈ സമൂഹത്തിൽ പകരുവാൻ സാധിക്കത്തുള്ളൂ. വിശ്വാസ സ്ഥിരതയോടുകൂടി പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം ഇന്നും ജീവിക്കുന്നു എന്നുള്ള ബോധ്യത്തോടെ പ്രാർത്ഥിക്കുവാൻ സാധിക്കുന്ന ഒരു സഭയ്ക്ക് മാത്രമേ ഒരു ദേശത്തിൽ ചലനമുണ്ടാക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നീ വേദഭാഗം നമ്മെ കൃത്യമായിട്ട് പഠിക്കുകയാണ്. അതോടൊപ്പം തന്നെ യാക്കോബ് ശ്ലീഹ ഒരു കാര്യം കൂടെ പഠിപ്പിക്കുന്നു. എന്താണെന്നറിയാമോ? നിങ്ങൾ ദീർഘക്ഷമയോടെ കർത്താവിൻ്റെ വരവിന് വേണ്ടി ജാഗ്രതയോടെ കാത്തിരിക്കണം. ദുരുപദേശകർ എന്താ പഠിപ്പിച്ചെന്നറിയാമോ? അയ്യോ, കർത്താവിൻ്റെ വരവ് താമസിക്കുന്നു, ഇനിയും അത് സംഭവിക്കുമോ? അങ്ങനെ വിശ്വസിച്ച പലരുടെയും മരണവും നടന്നല്ലോ. ആ സാഹചര്യത്തിൽ അവരോട് പറയുകയാണ്, ഇല്ല, ദീർഘക്ഷമയോടെ നിങ്ങൾ കാത്തിരിക്കണം. അതിന് പറയുന്ന ഉദാഹരണം ഒരു കർഷകൻ്റെ ഉദാഹരണമാണ്. ഒരു കർഷകൻ എന്താ ചെയ്യുന്നതെന്നറിയാമോ? നിലമെല്ലാം ഉഴുതതിന് ശേഷം ശാന്തമായി കാത്തിരിക്കും. എന്തിനാണെന്നറിയാമോ? ഒരു മുൻമഴ ലഭിച്ചുവെങ്കിൽ മാത്രമേ വിത്തിറക്കാൻ പറ്റത്തുള്ളൂ.
വിത്തിറക്കിയതിന് ശേഷം വീണ്ടും കാത്തിരിക്കും. എന്തിനാണെന്നറിയാമോ? ഒരു പിന്മഴ ലഭിച്ചെങ്കിൽ മാത്രമേ വിത്ത് മുളച്ച് സസ്യമായി മാറുകയുള്ളൂ. മനസ്സിലായോ? അതുകൊണ്ട് ഒരു കൃഷിക്കാരൻ നിലമുഴുതു എന്ന് പറഞ്ഞാൽ അടുത്ത നിമിഷം മഴ പെയ്യണമെന്നില്ല. ഒരു കൃഷിക്കാരൻ മുൻമഴയ്ക്കായി കാത്തിരിക്കുന്നത് പോലെ, ഒരു കൃഷിക്കാരൻ വിളവിറക്കി അതിന് ഫലമുണ്ടാകുവാൻ പിന്മഴയ്ക്കായി കാത്തിരിക്കുന്നത് പോലെ അതീവ ജാഗ്രതയോടെ കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു സമൂഹമായി നിങ്ങൾ തീരണം എന്ന് പറയുകയാണ്. അങ്ങനെ വിശ്വാസ തികവിൽ കാത്തിരിക്കുന്ന ഒരു സമൂഹത്തിന് മാത്രമേ മറ്റുള്ളവരെ വിശ്വാസത്തിലേക്ക് നയിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് യാക്കോബ് ശ്ലീഹ വളരെ അസന്നിഗ്ധമായി നമ്മളോട് പറയുകയാണ്. അതോടൊപ്പം തന്നെ അവരോട് പറയുന്നു, നിങ്ങളുടെ ഇടയിൽ രോഗമുണ്ടെങ്കിൽ, ഒരാൾക്ക് രോഗിയാണെങ്കിൽ നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. സഭയിലെ മൂപ്പനെ വിളിച്ചുകൊണ്ടുവന്ന് അദ്ദേഹം തൈലം പൂശി പ്രാർത്ഥിക്കട്ടെ. നമ്മുടെ സഭയിലെ തൈലാഭിഷേക ശുശ്രൂഷയുടെ വേദപുസ്തക അടിസ്ഥാനം യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അതുകൊണ്ട് നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയുള്ള പ്രാർത്ഥന ഫലം നൽകും എന്നുറപ്പ് യാക്കോബ് ശ്ലീഹ നൽകുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഒരു ദേശത്തിൻ്റെ സൗഖ്യത്തിനു വേണ്ടി ദൈവസന്നിധിയിൽ മധ്യസ്ഥതയടയ്ക്കുന്ന ഒരു സമൂഹമായി ഒരു സഭയ്ക്ക് ഈ നാളുകളിൽ നിൽക്കാൻ സാധിക്കുമ്പോഴേ നമുക്കൊരു സാക്ഷ്യ സമൂഹമായി നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് 2025 നമ്മെ സംബന്ധിച്ച് സാക്ഷ്യത്തിൻ്റെ ഇടമായി മാറണമെങ്കിൽ നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥന ശക്തിപ്പെട്ടേ മതിയാകുകയുള്ളൂ. ഈ അടുത്ത കാലഘട്ടങ്ങളിലൊക്കെയായി ചിലരെങ്കിലും എന്നോട് പറയുന്നുണ്ട്, അച്ഛൻ്റെ പേഴ്സണൽ പ്രാർത്ഥനയിലും അച്ഛൻ്റെ കുടുംബ പ്രാർത്ഥനയിലും ഓർത്താൽ മതി. ഞാൻ ചോദിച്ചു, ഞായറാഴ്ച കുർബാന മധ്യേ പ്രാർത്ഥന വേണ്ട അച്ഛ എന്ന് പറയുന്നുണ്ട്. എന്നെ സങ്കടപ്പെടുത്തിയ കാര്യമാണ്. ഞാൻ അവരോട് ചോദിച്ചു, എന്താ കാര്യം? അവർ പറഞ്ഞ ഒരു മറുപടി, പലർക്കും ഇതൊരു ന്യൂസ് വാല്യൂ മാത്രമാണ്. ഞായറാഴ്ചയിൽ വിശുദ്ധ കുർബാന മധ്യേ അച്ഛൻ രോഗികളുടെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ഇന്നയിടത്തെ ഇന്നയാൾക്ക് ഇന്ന രോഗമാണ് എന്നുള്ള ന്യൂസ് മാത്രമാണോ നമുക്ക് ലഭിക്കുന്നത്? അതോ അടുത്തൊരാഴ്ചത്തെ നിങ്ങളുടെ കുടുംബ പ്രാർത്ഥനയുടെ വിഷയമായി അത് മാറുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥനയിലെ ആത്മാർത്ഥത കുറഞ്ഞു പോകുന്നു. നമ്മൾക്ക് വിഷയങ്ങൾ കേൾക്കുവാൻ ഇഷ്ടമാണ്, അതൊരു പക്ഷേ മുമ്പേ പറഞ്ഞതുപോലെ പ്രചരിപ്പിക്കാനും എളുപ്പമാണ്. എന്നാൽ ഞായറാഴ്ച ദൈവാലയങ്ങളിൽ നടത്തപ്പെടുന്ന മധ്യസ്ഥ പ്രാർത്ഥന അടുത്ത ദിവസങ്ങളിലെ കുടുംബ പ്രാർത്ഥനയുടെ വിഷയങ്ങളായി മാറുന്നുവെങ്കിൽ, നമ്മുടെ വ്യക്തി പ്രാർത്ഥനയുടെ വിഷയങ്ങളായി മാറുന്നുവെങ്കിൽ, കൂടി വരുന്ന കൂട്ടായ്മകളുടെ പ്രാർത്ഥനയായി മാറുന്നുവെങ്കിൽ ആ പ്രാർത്ഥന ശക്തിപ്പെട്ട പ്രാർത്ഥനയായി മാറും എന്നുള്ളത് യാതൊരു സംശയമില്ല. അതുകൊണ്ട് പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് ന്യൂസ് വാല്യൂ കൊടുക്കേണ്ടവരല്ല നമ്മൾ, മറിച്ച് മധ്യസ്ഥ പ്രാർത്ഥനാ വിഷയങ്ങളെ അതീവ ഗൗരവമായി കണ്ടുകൊണ്ട് തുടർ പ്രാർത്ഥനയുടെ വിഷയങ്ങളാക്കി മാറ്റേണ്ടവരാണ് നമ്മൾ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, സാക്ഷ്യം ഈ സമൂഹത്തിന് സൗഖ്യം പ്രദാനം ചെയ്യുന്നതിലൂടെയാണ്. നമുക്ക് ഈ ലോകത്തിലെ രോഗങ്ങളെ മുഴുവൻ മാറ്റാൻ പറ്റുകയില്ല. എന്നാൽ വളരെ മ്ലാനവതനായി നിങ്ങളുടെ മുമ്പിൽ കടന്നു വരുന്ന ഒരു സഹോദരൻ്റെ തോളിൽ തട്ടി, എന്തു പറ്റി സഹോദര, എന്തു പറ്റി സഹോദരി എന്ന് ചോദിക്കാൻ സാധിക്കും. നിന്റെ രോഗത്തിൻ്റെ മധ്യത്തിൽ ഈ ഒരു പ്രതിസന്ധിയെ തരണം ചെയ്യുവാൻ ഞാനും എൻ്റെ കുടുംബവും എൻ്റെ സഭയും നിന്നോട് കൂടെ ഉണ്ടെന്നൊരു വാക്ക് പറയുവാൻ മനസ്സുണ്ടോ? ഏകാന്തതയുടെ മധ്യത്തിലായിരിക്കുന്നവർ, നിരാശയുടെ നീർച്ചുഴിയിൽ നട്ടം തിരിയുന്ന അനേകർ, അവരോട് സ്നേഹത്തിൻ്റെയും സൗഖ്യത്തിൻ്റെയും സാന്ത്വനത്തിൻ്റെയും ഞങ്ങളുടെ സാന്നിധ്യം നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് പറയുവാൻ മനസ്സുണ്ടെങ്കിൽ നമ്മുടെ കൊച്ചു ജീവിതം സാക്ഷ്യമായി മാറും എന്നുള്ളത് യാതൊരു സംശയമില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, സാക്ഷ്യം സത്യം പറയുന്നതിലൂടെയാണ്, സാക്ഷ്യം സൗഖ്യം നൽകുന്നതിലൂടെയാണ്. അങ്ങനെയെങ്കിൽ ഈ കാലഘട്ടത്തിൽ നമുക്കിനിയും പൊതുസമൂഹത്തിൽ എത്രയോ മേഖലകളിൽ പ്രവർത്തിക്കാനുണ്ട് എന്ന് യാക്കോബ് ശ്ലീഹ പറയുന്നു. 1-2 ഇല്ലുസ്ട്രേഷൻ പറഞ്ഞു പെട്ടെന്ന് 2 മിനിറ്റിനുള്ളിൽ ധ്യാനം അവസാനിപ്പിക്കും. ഫാദർ ഡോൺ ബെരാൻഡെല്ലിയെക്കുറിച്ച് നിങ്ങൾക്കറിയാം. അദ്ദേഹം ആരായിരുന്നു എന്നറിയാമോ? കോവിഡ് കാലത്ത് ഇറ്റലിയിൽ മരിച്ചുപോയ ഒരു പുരോഹിതനാണ്. പുരോഹിതനെ ഇറ്റലിയിലെ ഒരു ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ ഇട്ടിരിക്കുകയാണ്. അപ്പോഴാണ് പുരോഹിതൻ കാണുന്നത് 30 വയസ്സുള്ള ഒരു യുവാവിനെ തൊട്ടടുത്ത ബെഡിൽ കടത്തിയിരിക്കുകയാണ്. അവന് കൊടുക്കാൻ ആശുപത്രിയിൽ വെന്റിലേറ്റർ ഇല്ല. ഫാദർ ബെരാൻഡെല്ലി എന്താ പറഞ്ഞതെന്നറിയാം? ഞാൻ 70 വയസ്സ് കഴിഞ്ഞ പുരോഹിതനാണ്, അവൻ 28 വയസ്സേ ഉള്ളൂ, എൻ്റെ വെന്റിലേറ്റർ മാറ്റി അവന് കൊടുത്തരും. നിമിഷങ്ങൾക്കുള്ളിൽ ഫാദർ ഡോൺ ബെരാൻഡെല്ലി നിത്യതയിൽ പ്രവേശിച്ചു. ആ യുവാവ് സൗഖ്യത്തോടെ ജീവനിലേക്ക് മടങ്ങി വന്നു. സൗഖ്യത്തിൻ്റെ ഒരു ചെറിയ ഇടപെടലാണ് എന്ന് കാണാൻ സാധിക്കും. ഡോക്ടർ മേരി അനിത ചെയ്ത ശുശ്രൂഷ പത്രത്തിലൂടെ നമ്മൾ വായിച്ചുവല്ലോ. ഒരു കുടുംബം കോവിഡായി തൻ്റെ അരികിൽ വന്നു. അവരെ പരിശോധിച്ചപ്പോൾ കോവിഡ് പോസിറ്റീവാണ്. പക്ഷേ അവർക്ക് 6 മാസം പ്രായമുള്ള ഒരു കുട്ടിയുണ്ട്. ആ കുട്ടിയെ കോവിഡിൻ്റെ ആദ്യ നാളുകളിൽ ഏറ്റെടുത്ത് വളർത്തുവാൻ മറ്റാരും തയ്യാറാകാഞ്ഞ സാഹചര്യങ്ങൾ. ഈ താൻ പരിശോധിച്ച എൽദോയും ഷീനയും ക്വാറന്റൈനിൽ പ്രവേശിപ്പിച്ചതിന് ശേഷം ഈ ഡോക്ടർ മേരി അനിത വീട്ടിൽ പോയി ഭർത്താവിനും മക്കൾക്കും ഭക്ഷണം ഉണ്ടാക്കിയതിന് ശേഷം കടന്നു വന്ന് ടൗണിൽ ഒരു വീട് വാടകയ്ക്കെടുത്ത് 3 ആഴ്ച ഇവരുടെ 6 മാസം പ്രായമുള്ള കുഞ്ഞിനെ സംരക്ഷിച്ചു. ഭാര്യയും ഭർത്താവും കോവിഡ് രോഗം കഴിഞ്ഞ് മടങ്ങി വന്നപ്പോൾ ഈ കുഞ്ഞിനെ പൂർണ്ണ ആരോഗ്യത്തോടെ അവരെ ഏൽപ്പിച്ചതിന് ശേഷം അടുത്ത 2 ആഴ്ച ക്വാറന്റൈൻ എടുത്തതിന് ശേഷം ജോലിയിൽ പ്രവേശിച്ചു. പൊതുസമൂഹത്തിൽ സാക്ഷ്യമാണ്.
സൗഖ്യമാണ് പ്രിയമുള്ളവരെ. എന്തു മാതൃകയാണ്! അതുകൊണ്ട് മാതൃകകളില്ല എന്ന് നമ്മൾ പറഞ്ഞ് പിന്മാറുകയല്ല. ഈ നാളുകളിൽ വിശ്വാസത്തെ ജീവിതത്തിലൂടെ ആവിഷ്കരിക്കുന്ന അനേകരുണ്ട്. ഇന്ന് എൻ്റെ പ്രസംഗം കേൾക്കുന്ന നിരവധി ആൾക്കാർ വിശ്വാസത്തെ ജീവിതത്തിലൂടെ ആവിഷ്കരിക്കുന്നവരുണ്ട്. അതുകൊണ്ട് ഈ പൊതുസമൂഹത്തിൽ ക്രിസ്തീയ സാന്നിധ്യം ചലനാത്മകമായ സാന്നിധ്യമായി നിലനിർത്താൻ ധാരാളം സാധ്യതകൾ ഇന്നുണ്ട്. വെറുതെ വന്ന് പ്രസംഗം കേട്ടിട്ട് താൽക്കാലികമായി ഒരു കുളിർമയുണ്ടായി എന്ന് പറഞ്ഞ് മടങ്ങിപ്പോകുവാനല്ല, വൈകാരികപരമായ ഒരു ഉത്തേജനമുണ്ടായി എന്ന് മടങ്ങിപ്പോകുവാനല്ല. 26ാമത് റാന്നി കൺവെൻഷൻ ക്രമീകരിച്ചതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം ഈ കാലഘട്ടത്തിൽ ഈ സമൂഹത്തിൽ സാക്ഷ്യ സമൂഹമായി നിലനിൽക്കുവാൻ മാർത്തോമാ സഭയ്ക്ക് സാധിക്കണം എന്നുള്ളതുകൊണ്ടാണ്. പൊതുസമൂഹത്തിൽ ഇതര മതങ്ങളിലെ സംസ്കാരങ്ങളുടെ മധ്യത്തിൽ ആത്മാഭിമാനത്തോടെ തലയുയർത്തി സാക്ഷ്യത്തിൽ മുന്നേറുന്ന ഒരു സംഘമായി തീരാൻ സാധിക്കണമെങ്കിൽ 4 കൊച്ചു കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രമാണമാക്കുക. എൻ്റെ വിശ്വാസത്തെ എൻ്റെ പ്രവർത്തനത്തിലൂടെ ആവിഷ്കരിക്കും. ഞാൻ സത്യവിശ്വാസം പ്രചരിപ്പിക്കുന്നവരായി തീരും. സത്യം മാത്രമേ സംസാരിക്കുകയുള്ളൂ. 3, എൻ്റെ സമൂഹത്തിൽ പരമാവധി സമത്വത്തിൻ്റെ അനുഭവം നിലനിർത്തി ഒരു പൊതുസമൂഹത്തിന് മുമ്പിൽ മാതൃകയായി തീരും. എന്നാൽ കഴിയുന്ന രീതിയിൽ എൻ്റെ പരിമിതികളുടെ മധ്യത്തിൽ ഒരു സൗഖ്യ സാന്നിധ്യമായി അനേകരുടെ മുമ്പിൽ ജീവിക്കും. അങ്ങനെ സാക്ഷ്യ സമൂഹമായി നിലനിൽക്കാൻ സാധിക്കും. അങ്ങനെ ഈ 2025 ഒരു നല്ല സാക്ഷ്യ സമൂഹമായി പൊതുസമൂഹത്തിൽ നമുക്ക് ജീവിക്കാൻ സാധിച്ചാൽ നമ്മുടെ ജീവിതം കണ്ട്, നമ്മുടെ നിലപാട് കണ്ട്, നമ്മുടെ വിശ്വാസത്തിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ ആവിഷ്കാരം കണ്ട് അനേകർ നമ്മൾ വിശ്വസിക്കുന്ന യേശു കർത്താവിലേക്ക് കടന്നു വരും. നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യവും, വീര്യത്തോട് പരിജ്ഞാനവും, പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയവും, ഇന്ദ്രിയജയത്തോട് സ്ഥിരതയും, സ്ഥിരതയോട് ഭക്തിയും, ഭക്തിയോട് സഹോദരപ്രീതിയും, സഹോദരപ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളും.